അകത്തേക്ക് കൊണ്ടുവരൂ സാർ. അകത്തേക്ക് ചെല്ലണം, അദ്ദേഹം വിളിക്കുന്നു. അച്ഛന്റെ ബുദ്ധി ഇത്ര കണിശമായി കാര്യം സാധിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സമ്മതിച്ചിരിക്കുന്നു. ഞാൻ കുറെ നാളായി ഇങ്ങനൊരു ചാൻസും കാത്തിരിക്കുകയായിരുന്നു. അവന്മാരെനിക്കിട്ട് അത്തരം വേലയാ മുമ്പ് വെച്ചിട്ടുള്ളത്. എല്ലാത്തിന്റെയും കെട്ടിടക്കം അച്ചായ ആ മുരളി, ആ SP പിടിച്ചാ വിടാത്ത കുടുംബ. അവന്മാര് വിചാരിച്ചത് ഫയലി വെറും ഒരു പുളുന്താനാണെന്നാ. എന്നെ വെട്ടിച്ചുണ്ടാക്കിയ ലൈസൻസ് അല്ലേ, ഒന്ന് കളിക്കട്ടെ. നിങ്ങൾ ഇരി, ഞാനിപ്പം വരാം. അകത്ത് ഇത്തിരി പണി ബാക്കിയുണ്ട്. നിങ്ങൾ തീർത്തോ? എടാ, ആരെയും വിളിച്ചാ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേ. ശരി. ഇത് അവന്റെ പണിയാ നേതാവേ, ആ പൈലിയുടെ. അറിയാം, എനിക്കറിയാം. പൈലി പണിയുന്നത് പള്ളിമുറ്റത്താ. അവനെ അത് മനസ്സിലാക്കിക്കണം. അവന്റെ പണി പള്ളിമുറ്റത്ത് വേണ്ട. അത് ഞങ്ങൾ നിർത്തിത്തരാം സാർ. അതേടോ, MLA തന്നെയാ. ആ, പണി നിർത്തിത്തരാമെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ഉടനെ ചെല്ല്. എടോ യാക്കോച്ചോ, ഫൈലിയും പാർട്ടി അവന്റെ ബാറിൽ തന്നെയുണ്ട്. വിജയാഘോഷമായിരിക്കും.
ജിന്നു തന്ന ലഹരിയോ റമ്മടിച്ച ലഹരിയോ ജിന്നു തന്ന ലഹരിയോ റമ്മടിച്ച ലഹരിയോ ജിന്നു തന്ന ലഹരിയോ റമ്മടിച്ച ലഹരിയോ ഒരു സുന്ദരി പെണ്ണിന്റെ കണ്ണിന്റെ തുമ്പിന്റെ കുത്തുകൊള്ളുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ പത്തി പൊക്കും ലഹരിയോ ഇത് പത്തി പൊക്കും ലഹരിയോ ജിന്നു തന്ന ലഹരിയോ റമ്മടിച്ച ലഹരിയോ ജിന്നു തന്ന ലഹരിയോ റമ്മടിച്ച ലഹരിയോ കള്ളടിക്കാം കഞ്ചാവടിക്കാം മെല്ലെ മെല്ലെ ഗ്ലാസ് ഇറക്കാം കൊള്ളാളിയോ കൊള്ളാം കള്ളടിക്കാം കഞ്ചാവടിക്കാം മെല്ലെ മെല്ലെ ഗ്ലാസ് ഇറക്കാം ഭൂമി കറങ്ങാൻ വിസ്കി സൂര്യനുദിക്കാൻ ബ്രാൻഡി കാര്യം നടക്കാൻ കുപ്പി നടയുന്നു കാൽ കുഴയുന്നു കാലിനടിയിൽ ഭൂമി കറങ്ങുന്നു ഒന്ന് പിടിച്ചോടാ മോനെ ജിന്നു തന്ന ലഹരിയോ റമ്മടിച്ച ലഹരിയോ ജിന്നു തന്ന ലഹരിയോ റമ്മടിച്ച ലഹരിയോ തെന്നിമറയുന്നു കാണുന്നതല്ല ചുണ്ടിൽ ചിതറുന്നു വാക്കുകളല്ല അയ്യോ അളിയ പിറ്റായോ തെന്നിമറയുന്നു കാണുന്നതല്ല ചുണ്ടിൽ ചിതറുന്നു വാക്കുകളല്ല എങ്ങോ മുഴങ്ങുന്നു കേൾക്കുന്നതല്ല ലക്കറ്റ ചാട്ടം സൂര്യനുദിക്കുന്നു ചന്ദ്രനുദിക്കുന്നു സൂര്യനും ചന്ദ്രനും മണ്ടയിൽ വന്നിട്ട് ബുദ്ധി കലക്കുന്നു ജിന്നു തന്ന ലഹരിയോ റമ്മടിച്ച ലഹരിയോ ജിന്നു തന്ന ലഹരിയോ റമ്മടിച്ച ലഹരിയോ ഒരു സുന്ദരി പെണ്ണിന്റെ കണ്ണിന്റെ തുമ്പിന്റെ കുത്തുകൊള്ളുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ പത്തിപ്പൊക്കു ലഹരിയോ மிஸ்டர் கிருஷ்ணசுவாமி, അയ്യയ്യേ ഞാൻ എത്ര വാട്ടി ഉങ്കിട്ട சொன்னேன் സാർ നിജമാ ഞാൻ കൃഷ്ണസ്വാമി അല്ലേ പിന്നെ നിങ്ങൾ ആരാണ്? ഞാൻ சொல்லலே சார் என் பேர் ராமசுவாமி சேலத்தில இருந்து வரேன் கன்னியாகுமரி கோவிலுக்கு போறேன் எதுக்கு சார் என்ன சும்மா கொச்சு பண்றது പിന്നെ നിങ്ങളെത്തിനാണ് വെട്ടിച്ച് കയറി പോയത്? പോലീസിനെ ഭയന്നിട്ടല്ലേ? சார் ரோடு போலீஸ் ஒண்ணுமே புரியாது சார் கொஞ்சம் அர்ஜென்டா போக வேண்டி இருந்தது அதுதான்
CM ആണ് സംസാരിക്കുന്നത്. SP അല്ലേ? സർ, തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു തീർത്ഥാടകരെ നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നറിഞ്ഞു. അതെന്തിനാണ്? സർ അത് വേണ്ട വേണ്ട, അയാളെ അയാളുടെ പാട്ടിന് വിട്ടേക്കണം. സർ, സംശയത്തിന്റെ പേരിൽ ഒന്നും വേണ്ട. ഒരു സ്പിരിറ്റ് ലോറിയുടെ പിറകെ കാർ ഓടിച്ച് വന്നു എന്ന് കരുതി ആ കാറിലെ യാത്രക്കാരൻ തിരിച്ചു കിടത്തുകാരനാണെന്നാണോ നിങ്ങളുടെ കണ്ടുപിടുത്തം? സർ, പരമാർത്ഥം ഒന്നും എനിക്കിപ്പോൾ കേൾക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി. Let him go. സർ. നിങ്ങൾക്ക് പോകാം. ரொம்ப நன்றி சார். മിസ്റ്റർ വേണുഗോപാൽ, നിങ്ങൾ കൃഷ്ണസ്വാമി അല്ലെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? നിനക്കറിയാമോ ഈ അടയാളം എന്റെ നെറ്റിയിൽ എങ്ങനെ വന്നെന്ന്? ഒരു നാട് മുഴുവൻ കുട്ടിച്ചോറാക്കിയ നീ ഒരിക്കൽ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന് ജനങ്ങൾ എനിക്ക് തന്ന കീർത്തിമുദ്രയാണ് ഇത്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾ മന്ത്രിസഭയിൽ തുടരുന്നത് അനുവദിക്കാൻ സാധ്യമല്ല. നിങ്ങളെ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നു മുതൽ ഞങ്ങളുടെ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. ആ ASP ഇങ്ങോട്ട് വരുന്നു. എങ്ങനെയും രക്ഷപ്പെടണം. ഞാനൊരു കാര്യം ചെയ്യും. ആ ബംഗ്ലാവിന് പിന്നിലെ ഗേറ്റില് ഒരു കാർ തയ്യാറാക്കി നിർത്തും. ഞാൻ പോരാം. ശരി ശരി. ആര് വന്ന് ചോദിച്ചാലും ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സാർ. ആരായാലും ഞാനെത്തുമ്പോ സാറ് വിടില്ല. കൺട്രോൾ ദം. കള്ളടിക്കാരൻ രാജിവെക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. കള്ളമന്ത്രി രാജിവെക്കുക. കള്ളപ്പത്തിരിക്കാരൻ രാജിവെക്കുക. മലയാളി മന്ത്രി രാജിവെക്കുക. മലയാളി മന്ത്രി രാജിവെക്കുക. മലയാളി മന്ത്രി തൂക്കിലേറ്റുക. ഇൻക്ലാബ് സിന്ദാബാദ്. മലയാളി മന്ത്രി തൂക്കിലേറ്റുക. കള്ളടിക്കാരൻ രാജിവെക്കുക. നിങ്ങൾ ബഹളം വയ്ക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കണം. വേണുഗോപാൽ ഈ ബംഗ്ലാവിലില്ല. ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അയാളിപ്പോൾ മന്ത്രിയല്ല. അയാളെ മന്ത്രിസഭയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. അതറിഞ്ഞ് അയാൾ ഇവിടം വിട്ട് പോയിരിക്കുകയാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. പഴയ പണിയൊന്നും അവിടെ നടക്കത്തില്ല എന്റെ ആശാനെ. എങ്ങനെങ്കിലും അയാളെ പുറത്തു കൊണ്ടുവരണം. അയാൾ അവിടെ 2 മണിക്കൂറെങ്കിലും കിടന്നുപോയാൽ സംഗതിയാകെ കുഴയുടെ വക്കീലെ. താനൊന്ന് ഇറങ്ങ്. അയാളുടെ നാക്ക് വിശകി എന്തെങ്കിലും പുറത്തു വീണ 2 മന്ത്രിമാരെങ്കിലും പുറത്താ. അയാളെ പിടിച്ചേക്കുന്നത് വെള്ളിയാ, അറിയാമല്ലോ. മിണ്ടാപ്രാണിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നവനാ മുരളി. അങ്ങനെ വല്ലതും സംഭവിക്കുന്നതിന് മുമ്പ് അയാളെ അവിടെ നിന്ന് ഇറക്കണം. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. അത് പരിഹരിക്കാനുള്ള വഴിയും എനിക്കറിയാം. ഒന്നിലൊരു ചങ്കുറപ്പില്ലാത്തത് എന്താ? താൻ വക്കീലല്ലേ, കുലുങ്ങത്തില്ലായിരിക്കും. പക്ഷേ എന്റെ സ്ഥിതി അതല്ല. ഞാൻ ഇതിലെങ്ങാനും പെട്ടതായി 4 പേരറിഞ്ഞാൽ അടുത്ത തവണ ഞാൻ നിയമസഭ കാണില്ല. മേല് നൊന്താൽ അണ്ണാച്ചി മലയാളം പറഞ്ഞു പോകും. അങ്ങനെ പറ്റിപ്പോയാൽ ആകെ കുരുക്കഴിക്കണം. അതിനല്ലോടോ എന്റെ അടുത്ത് വന്നത് ഈ പാതിരാത്രിയില്. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേണ്ട വക്കീലേ. നിന്നെ സ്നേഹിച്ചു പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്റെ മകളെ കൊലയ്ക്ക് കൊടുത്തത്. ഇനി കുഞ്ഞു മാത്രമേ ഉള്ളൂ. അവനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ തരില്ല. എനിക്ക് അവനെ വളർത്തണം. ഞാൻ അവനെ വളർത്തും. നിന്നോട് പകരം ചോദിക്കാൻ, നിന്റെ വർഗത്തോട് പകരം ചോദിക്കാൻ. എന്ത് ചെയ്യാനവിടെ?
വാർത്ത മൂത്തൊഴിക്കാം ഓരം കൊല്ലിയാൻ ആ വണ്ടി വിടോ. ചായ ഒന്നും ഇങ്ങോട്ട് വേണ്ട വേലിപ്പിള്ള ചേട്ടാ, ഇവനങ്ങോട്ട് തൊണ്ടൻ ഇറങ്ങുന്നില്ല. ആ പുട്ടുകൊത്തുള്ള കോലം എടുത്ത് പറഞ്ഞു വേണേ. എന്തോത്തിനാ? കുത്തി ഇറക്കാനാ, പിന്നെ അല്ലാതെ എന്തോത്തിനാ? ഇലപ്പറ്റ് അതേ തണ്ടെണ്ണം ഞെടുത്താട്ടെ. താനൊന്ന് കിടന്ന് പിടക്കാനോ തോമാച്ച, തനിക്ക് ഇവിടെ മാത്രമേ ചായ കിട്ടത്തുള്ളൂ, വേറെ എവിടെയെങ്കിലും പോയി കുടിക്കാൻ മേലേ? മനുഷ്യന് മെനക്കെടുത്താ വന്നിരിക്കുന്നു. ഇവിടെ എന്നും ഇങ്ങനെ ഇരുന്നിരുന്ന് വേറെ ഇറങ്ങിയാലും ഒന്നും കിട്ടില്ല. എന്തെങ്കിലും ചോദിച്ചാൽ കടിച്ചു കയറാൻ പറ്റും. അവനിവിടെ വന്നോ? ആ വേണു ഇല്ലേ, ഇരുന്നാട്ടെ വന്ന് ചായ കുടിച്ചിട്ട് വാ. വേണ്ട. ഇതിന്റെ അകത്തില്ലല്ലോ. പിന്നെ ഈ കള്ളൻ എവിടെ പോയി? എവിടെ മുങ്ങിയാലും ഞാൻ അവനെ പൊക്കും. ഈ തൊഴിയൻ കുട്ടമ്പിള്ളയെ അവന് ശരിക്കും അറിയില്ല. ഈ കുട്ടമ്പിള്ളയോട് തമാശ കളിച്ച ഇട്ടിട്ട് ഞാൻ അവന്റെ ആഫീസ് പൂട്ടും. മനസ്സിലായോ? ഓ മനസ്സിലായ? ഓ, ഈ വേലിപ്പിള്ളി ഉണ്ടല്ലോ, ആളൊരു മഹാശുദ്ധനാ. ഞാൻ ഇവിടെ എങ്ങാനും വന്നാ ഇവിടെ വന്ന് വെള്ളയപ്പവും കോയിറച്ചിയും കഴിച്ചില്ലെങ്കിൽ ഈ വേലിപ്പിള്ളക്ക് സഹിക്കില്ല. അല്ലടോ? ആന്നേ. കേട്ടാ കേട്ടാ, ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്തൊരു നല്ല മനുഷ്യനാ, പൊക്കത്തിരി കുറവാന്നുള്ളൂ. തിരിച്ചു വരുമ്പം വെള്ളയപ്പവും കോഴിയിറച്ചിയും കൊടുത്തില്ലെങ്കിൽ പിള്ളേച്ചനും പ്രതിസ്ഥാനത്താകും. പൊടിഞ്ഞ വിത്ത്. നാട്ടുകാരുടെ ലോഡ് കത്തിച്ചതിനും ബാക്കിയുള്ളവരെ കിടക്കപ്പുറത്തില്ലാത്തത്. ഇനിയിപ്പോ പോലീസുകാരെ തീറ്റി പോലും കോഴിയെ പിടിക്കാൻ ഞാൻ എവിടെ പോനാ? ഒന്നാം പ്രതി വേണുവാണെന്നാ കേട്ടത്. ഉപ്പ് തിന്നവൻ ആരായാലും ശരി വെള്ളം കുടിക്കും. നേതാവാണെന്ന് പറഞ്ഞ് അനാവശ്യം കാണിക്കാൻ നടന്നാലേ വെള്ളം കുടിക്കുന്ന കൊച്ചേട്ടൻ മാത്രമല്ല, നമ്മളും കൂടാ. അറിയാണ്ടിയൊക്കെ എല്ലാവരും പോയി തീ വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനും ഒക്കത്തി. കോഴിയൊന്നും കൊത്തിലിടോ, ധൈര്യമായിട്ട് വീട് വളയും. എവിടെയാണ് നിന്റെ മോൻ? അവൻ ഇവിടെ നിന്നലേ പോയതാന്നേ. ഓഹോ, കേട്ടോടോ, അവനെ മന്ത്രിയാക്കാൻ ട്രെയിനിങ്ങിന് വിട്ടിരിക്കാതള്ള. ഇവള് സത്യം പറയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവനെവിടേക്ക് മാറ്റി? ഞാൻ എന്നാ വേണമെന്നാ അങ്ങൊന്ന് പറയുന്നു. അഹങ്കാരി, തർക്കുത്തരം പറയുന്നു. തർക്കുത്തരം പറയും. ഞാൻ നിന്റെ കെട്ടിയവനാ. എവിടെ അവൻ? അവൻ എന്റെ മോനോ മറ്റോ ആയിരുന്നെങ്കിൽ ഒറ്റ ചവിട്ടിന് അവന്റെ അങ്കാവടി തെറ്റിച്ചനെ. അല്ലടോ? ആരെന്തോ പറഞ്ഞാലും കേൾക്കാനേ പറ്റത്തു. ഇങ്ങനൊരു അസുരവിത്തിനെയാണല്ലോ ഭഗവാനെ നീ എനിക്ക് തന്നത്. അവിടെ നിൽക്കുന്നല്ലേ. ഇനിയിപ്പോ എന്താ ഉണ്ടാവാൻ പോണെന്നറിയോ? അവനെ പിടികിട്ടിയില്ലെങ്കിൽ നിന്നെ എല്ലാം കൂടെ പോലീസുകാർ പൊക്കിക്കൊണ്ടുപോകും. എല്ലാത്തിന്റെയും നാവാരി കൂടി ചവിട്ടി ഇളക്കും. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൻ ഈ പടി കിടക്കുമ്പോ വിവരം സ്റ്റേഷനിൽ അറിയിക്കുക. മനോ അറിയാതെ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകും. നല്ലതുപോലെ ഒന്ന് പെരുമാറി വളവും തിരിവൊക്കെ ഒന്ന് തീർത്ത് മര്യാദരാമനായിട്ടുണ്ട് വിട്ടേക്കാം. പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ? ഉണ്ടല്ലോ? ഓർമ്മയുണ്ട്. ആ, തള്ളക്ക് നല്ല ഓർമ്മയുണ്ടെന്ന്. ബാബുവാ, വേണുവേട്ടനെ പോലീസുകാർ പിടിച്ചോ എന്തോ? നന്നായി, പിടിക്കട്ടെ. പോലീസുകാരുടെ കൈ കിട്ടിയാ അവര് തല്ലുമായിരിക്കും. അവനെ തല്ലിയാ മാത്രം പോലെ കൊല്ലണം, എങ്കിലേ ഈ നാട് നന്നാവും. താനെന്തിനാ ചിരിക്കുന്നു? വേണുവിനെ പോലീസ് കണ്ടില്ലായിരുന്നു. കടുപ്പത്തിലൊരു ചായ. തിരിയാനെ തിരക്ക് പോലീസ് വന്നിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. പോലീസുകാർ വരും പോകും, അത് അവരുടെ കാര്യം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എന്തിനാ വേണു ഈ വയ്യാവേലിക്കൊക്കെ പോണേ? ഒരു ചായ ചോദിച്ചു, കിട്ടിയില്ല. ചോദിച്ചത് കേട്ടു, പക്ഷെ കൈ ഒഴിഞ്ഞെങ്കിലേ തരാൻ പറ്റൂ. അതുവരെ കാത്തിരിക്കാൻ സമയമില്ലെങ്കിലോ? പോണം മിസ്റ്റർ, മേലാൽ ഇങ്ങോട്ട് വരികയും വേണ്ട. ഇറച്ചിക്കറി എന്തോട് വേണ്ടേ? എന്താണ്? താൻ ഇവിടെ വരുന്നതുകൊണ്ട് ഇപ്പൊ പോലീസുകാർക്ക് ഓസിന് തീറ്റി കൊടുക്കണം. അതിനാ ഈ ഇറച്ചിക്കറി. അപ്പൊ ചായ ഇല്ല? ഇല്ല. ശരി, ഞാൻ ഇറങ്ങുന്നു.
അത്രയും വലിയ അഭിമാനിയാണെങ്കിൽ കടയിൽ കണക്കങ്ങ് തീർത്തേക്ക് പോക്കോ. എനിക്ക് ശരി വരുന്നില്ല. എനിക്കറിയാം, വേലുപിള്ള ചേട്ടൻ ആളൊരു മുൻകോപിയാ. പക്ഷെ എന്ത് ചെയ്യാം, സഹിച്ചല്ലേ പറ്റൂ. കാലത്ത് ഇവിടെ നിന്നുള്ള ചായ കുടിച്ചില്ലെങ്കിൽ ആ ദിവസം പോക്കാം. അത് വേലുപിള്ള ചേട്ടൻ കഴിയുകയാണെങ്കിൽ അതിന്റെ ഐശ്വര്യം ഒന്ന് വേറെയാ. എന്നാ ഇതുകൂടെ കുത്തി കയറ്റിക്കോ. ഓടിക്കളിച്ച് വരുന്നതല്ലേ, നല്ല വിശപ്പ് കാണും. തൊലിയോടെ തിന്നു കളയരുത്, പശുവിന് കൊടുക്കാനുള്ളതാ. ടീ വേണമല്ലോ, എടുത്തു കൊടുക്കണി വേണേ. മനസ്സിലായില്ലല്ലോ. എന്തയോ പത്രം വായിക്കാറില്ല അല്ലേ? ഓ, ഞാനതിന് മെനക്കെടാറില്ല. ശ്രീകുമാർ എന്നയാളെ പറ്റി കേട്ടിട്ട് പോലുമില്ല. ഉണ്ടല്ലോ, ജഗദീഷ് ശ്രീകുമാർ. അയാൾ വെറും ഒരു കൊമേഡിയൻ അല്ലേ? ഞാന് മോഡേൺ സിനിമയുടെ ആത്മാ, അതായത് വെറും ശ്രീകുമാർ. യുനോ, ആളൊരു സായിപ്പാണല്ലോ. ഇതാ ഞാൻ പറയുന്നത്, ഇംഗ്ലീഷ് പഠിക്കണമെന്ന്. ഈ ആത്മാവ് ആവശ്യപ്പെട്ടത് തീയല്ല, തീയാണ്. തീ, ചായ. എന്നാ പിന്നെ ആൾക്കാർ പറയുന്ന പോലെ പറഞ്ഞാ പോരെ? കൊണ്ടാ അങ്ങോട്ട് മാറിയിരി, അങ്ങോട്ട് മാറിയിരിക്കാൻ. താങ്ക് യു. ആത്മാവെന്താ ഈ വഴിക്ക്? ഇതുപോലൊരു നാട്ടിൻ പുറം എന്റെ സ്വപ്നമായിരുന്നു. എന്റെ സങ്കല്പത്തിലെ നായിക ഒരു നാട്ടിൻപുറത്തുകാരിയാണ്. സുന്ദരിയായ ഒരു ഞൊണ്ടിപ്പെണ്ണ്. എനിക്ക് അവളെ കണ്ടെത്തണം. ആ, കണ്ടെത്തിക്കോ. പക്ഷെ അലമ്പൊന്നും ഉണ്ടാക്കരുത്, 4 മഹാപെശ. ആട്ടെ, ആത്മാവ് എവിടെ താമസം? വെരി നിയർ കല്ലുമുട്ടിൽ ചെല്ലപ്പന്റെ വീട്ടിൽ. അപ്പൊ നമ്മൾ അയൽക്കാരാണല്ലോ. വളരെ സന്തോഷം. ഒരു ചായ പറ. നേരം കളയാതെ കാര്യം ഒതുക്കി തീർത്തില്ലെങ്കിൽ ചീനി ഇവിടെ കിടന്ന് കറക്കും. പറഞ്ഞേക്കാം. കറക്കട്ടെ, എന്നാലും ഇത്രയും ചീനി ഇറക്കാൻ 200 രൂപ തരാൻ പറ്റില്ല. അട്ടിമറിക്കൂലി ഞങ്ങളുടെ അവകാശമാ. ചോദിക്കുന്നതാണെങ്കിൽ വണ്ടി ഇവിടെ കിടക്കും. എന്താ പോലെ? അല്ല, ഇതാരാ? എന്തു പറ്റി? കാണാനല്ലേ വയറ്റിപ്പഴുപ്പിന് വേണ്ടി ചീനി കച്ചടം തുടങ്ങി. അതിനവന്മാർ സമ്മതിക്കില്ലാന്ന് വെച്ചാ ഏത് പാർട്ടിയില്ല? ഒന്നിനുമില്ല. എനിക്ക് മനസ്സിലായില്ലേ? സ്വാതന്ത്ര്യ സമര സേനാനി ചെലവമ്പിള്ള ചേട്ടൻ. അത് ശരി. പോലീസുകാർ ഇതുകൊണ്ട് കുറെ കാലം ക്ഷേതവകാശത്തിൽ കിടന്നതാ. കഷ്ടിച്ചരച്ചോട്ടത്. അന്നങ്ങ് ചത്ത മതിയായിരുന്നു, ഇതൊന്നും കാണാതെ. അപ്പോ സമര പാരമ്പര്യമുള്ള ആളാണല്ലോ. പിന്നെന്താ ഈ ബൂർഷോ മുതലാളിമാരെ പോലെ പെരുമാറി കളഞ്ഞത്? ചേട്ടൻ കിട്ടു വന്നേ. അതെ, താഴെ വന്നാ മതി. എന്താ അവർ ചോദിക്കുന്നേ? 200 രൂപ. എന്തോ കൊടുക്കാം. ഒരു 100 രൂപയും കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം, അത് 50 രൂപ കുറയ്ക്കാം. 150 രൂപ കൊടുത്തരും. 150 രൂപ. വെറും പ്രശ്നമാവും. ചുമ്മാ കാര്യം കഴിച്ചിട്ട് വീട്ടിൽ പോകാനുള്ളതിന് പകരം. ആ, ചേട്ടത്തിട്ട് ഒക്കോ. ആ, എന്തായി? ഒതുക്കി. സഖാവിടോട്ടപ്പോഴേ മനസ്സിലായി. ആ, 100 രൂപ തന്നു. തീക്കട്ടയിൽ എറും ഭരിക്കാറുണ്ടോ സഖാവ്? ഇക്കളി ഞങ്ങളെടുത്ത് വേണം. ഉള്ളതങ്ങ് തുറന്നു പറഞ്ഞാട്ടെ. എന്താ വേണം നേതാവിന് കമ്മീഷൻ? അതെന്റെ ആശ. കുടുംബത്തിനുള്ളതായിരിക്കും. മരുന്നാളകം. ഞാൻ കണ്ടെത്തി എന്റെ സങ്കല്പത്തിലെ നായിക മിസ് ലിൻഡ. എന്റെ പേര് തുളസിന്ന. ഹലോ തുളസി, പ്ലീസ് ഹെൽപ്പ് മീ.
ഇതാ പ്രസാദം. വേണ്ട, എന്താ കൃഷ്ണനോടും പിണക്കാണോ? എനിക്ക് അവിടെ ഇണക്കമില്ല, പിണക്കമില്ല. അങ്ങനെ തീർത്തു പറഞ്ഞാൽ എങ്ങനെയാ? കൊഞ്ചം നിൽക്കാവുന്ന പോവണ്ണേ. പോയില്ലെങ്കിലോ? വീട്ടിൽ ചെല്ലാറില്ലെന്ന് തുളസി പറഞ്ഞു. ഇഷ്ടമുള്ളപ്പോ ചെല്ലും, ആരാ ചോദിക്കാൻ? TVPS എന്തായി? അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അങ്ങനെ പറയണ്ട. എന്റെ മുന്നിൽ എന്റെ പാർട്ടിയുണ്ട്. എന്ത് വന്നാലും അവര് നോക്കിക്കോളും. എനിക്ക് ആരെയും പേടിയില്ല, ഒന്നിനെ. അയ്യോ പോലീസ്! പേടിയുടെ വെറുതെ പറഞ്ഞതാ, ഓടണ്ട, നിക്ക്. ഏത് തന്തയില്ലാത്ത കഴിവറവാനാണ് എന്റെ മേത്ത് കല്ല് വലിച്ചെറിഞ്ഞത്? തെങ്ങിന്ന് വല്ല വെള്ളയ്ക്ക് കടന്നു വീണതായിരിക്കുമേ. തലതെറിക്കാൻ ഒടുക്കലത്തെ ഒരു വെള്ളയ്ക്ക്. ഇതാണോ ഇതിന്റെ വെള്ളയ്ക്ക്? അമ്മേ, അത് ഒരക്ഷരം വേണ്ടി പോവേ. മോനെ ഇന്ന് ഞാൻ അമ്മേ. നീ ആള് മോശമല്ലല്ലോടാ, സന്യാസിയെ പോലെ നടക്കുന്നു പെൺപിള്ളാരെ വഴിതെറ്റിക്കാൻ. ഇന്ന് നിന്നെ ഞാൻ കാണിച്ചു തരാവടാ. ഈ നാട്ടിൽ ആമ്പിള്ളാരുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആരോടാ അമ്മ രാവിലെ വഴക്ക്? ആരോടായാ നിനക്കെന്താ? നിനക്ക് ഈ വീടുമായിട്ട് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? പോലീസും തീവപ്പും സമരവുമായിട്ട് നടക്കുകയല്ലയോ? ഇനിയിപ്പോ എന്നോടായി. ആണ്ടിലൊരിക്കലാണല്ലോ നേതാവ് വീട് കാണാൻ എഴുന്നള്ളുന്നത്. ആ, എന്താ വിശേഷം? വീടി വാങ്ങിക്കാൻ കൈ കാശില്ലായിരിക്കും. അമ്മ വിഷമിക്കാതെ, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ തീരാൻ പോവില്ലയോ? എനിക്കൊരു ജോലിയൊക്കെ തരപ്പെട്ട് വന്നിട്ടുണ്ട്. നാളെയാ ഇന്റർവ്യൂ. വണ്ടിക്കൂലിക്ക് ഒരു 10-30 രൂപ കിട്ടിയാൽ. ഈ പെരക്കൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇത് എത്ര കണ്ടതാ ഞാൻ? ഞാൻ പറഞ്ഞത് സത്യമാണമ്മേ. ജീവിതത്തിൽ നീ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടോടാ? ഉണ്ടോ? വീട്ടിൽ കിടന്ന തട്ടുമുട്ട് സാധനങ്ങളെല്ലാം പെറുക്കി വിറ്റു. അതിനൊന്നും ഇതിനൊന്നും പറഞ്ഞ് പുരയിടത്തിൽ നിന്ന മരങ്ങളെല്ലാം മുറിച്ചു വിറ്റു. ഇനി ഒറ്റ ചില്ലിക്കാശ് ഇവിടുന്ന് തരികയില്ല. എന്നാൽ ഞാൻ ആടിനെ അഴിച്ച് വിൽക്കും. ചോളയുണ്ടെങ്കിൽ അഴിച്ചു വിൽക്കടാ, എനിക്കൊന്ന് കാണണം. ഒരു പെണ്ണ് പെര നിറഞ്ഞു നിൽക്കുന്നു. ആ വിചാരം വല്ലതും നിനക്കൊണ്ടോടാ? ബാക്കിയുള്ളവരുടെ മനസ്സിൽ തീയ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ കൊണോധികാരം കൊണ്ട് പോലീസുകാരെ പേടിച്ച് വീട്ടിലിരിക്കാൻ നിവൃത്തിയില്ലാണ്ടായി. ഈലക്കൊച്ചിന് ഞണ്ട് വളരെ ഇഷ്ടമാണെന്ന് ഇന്നാൾ പറയുന്നത് കേട്ടു. ഇപ്പോഴാ കിട്ടിയത്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതിന് എന്ത് വില വേണം? ഇത് ഞാൻ ഈലക്കൊച്ചിന് വേണ്ടി കൊണ്ടുവന്നതാ. വില വേണ്ട. വില വേണ്ടെങ്കിൽ ഇവിടെ ഞണ്ടും വേണ്ട, കൊണ്ടുവയ്ക്കോ. പിണങ്ങാതെ കൊച്ചെ, സ്നേഹം കൊണ്ടില്ലയോ അച്ഛൻ ഇങ്ങനെ? അച്ഛനല്ലേടി? ഉണ്ട്. അച്ഛനെ വേണോട്ടം വിളിക്കുന്നു. നേതാവിന്റെ മുഖത്തെന്തായിരുന്നു വലിയൊരു സന്തോഷം. ആഹാ, കൈ പത്രവും ഉണ്ടല്ലോ. ഇതേലെങ്ങാനും നിങ്ങളുടെ പടം അച്ചടിച്ച് വന്നിട്ടുണ്ടോ? എനിക്ക് ലോട്ടറി അടിച്ചു. നേരം എല്ലാം കൂടെ എത്ര ലക്ഷം കാണും? 7 ലക്ഷം. എന്റെ കർത്താവേ, ഞാൻ എന്നായി കേൾക്കുന്നേ? എടിയടി, രക്ഷപ്രഭു വീട്ടുപറ്റത്തൊന്ന് ഇങ്ങനെയോട് സ്വീകരിക്കുന്നത്? അകത്ത് നിന്ന് കസ എടുത്തിട്ട് കൊടുക്കണേ. ഇരിക്കാൻ നേരമില്ല. നാളെ തന്നെ തിരുവനന്തപുരത്ത് പോകണം, ലോട്ടറി ഓഫീസിൽ. നാളെ ആക്കുന്ന ഇന്ന് തന്നെ പോണം. ലോട്ടറിയാ? വല്ല തിരുവറയും നടക്കുന്നതിന് മുമ്പ് രൂപ തന്നെ വാങ്ങിച്ചോണം. വണ്ടിക്കൂലിക്കൊരു 10-30 രൂപ ആണല്ലേ ഏട്ടാ? ബസ്സിൽ പാനോ? കാറ് പിടിച്ച് തന്നെ പോണം. ഒരു അന്തസ്സൊക്കെ വേണ്ടടാ. എന്നാ വില പിടിച്ചോണ്ട് കാര്യം ഒരു 100 രൂപ. 100 രൂപ മതിയോ? വേണു, ഈ പെരട്ട് നമ്മ എടുത്ത് വേണോടാ. ലോട്ടറി അടിച്ച അയ്യന്തോളുകാരൻ അന്തോണിക്കാ. ഞാൻ ഇന്നലെ അവന്റെ ഫോട്ടോ പത്രത്തിൽ കണ്ടതാ. എന്റെ അന്തോണീസ് പുണ്യമാള, പല ബിരുദന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരുത്തനെ. ഒന്ന് പോടോ ചേട്ടാ, ഒരു 50 മണീസ്. നിന്ന് നേരെ കളയാതെ നീ വേറെ ആരെങ്കിലും നെഞ്ചത്ത് പോയി കയറാൻ നോക്കി. ചെല്ലേ, ഓടി വണ്ണകത്ത്.
പിണങ്ങിപ്പോവാണോ? ഞാൻ പിണങ്ങിയ നിനക്കെന്താ? പോവണേ നിന്റെ പാട്ടിന്. വഴി മറിക്ക്. നല്ല തല്ലുകൊള്ളു ഞാൻ പറഞ്ഞേക്കാം. തല്ലിക്കോ, എനിക്കിഷ്ടം. നിന്നെ തല്ല ഞാനാരാ? പിന്നെന്തിനാ തല്ലുന്ന് പറഞ്ഞേ? നേര് പറ, ഇപ്പൊ രൂപയ്ക്ക് എന്താ ഇത്ര അത്യാവശ്യം? അത് എന്നോട് തന്നെ പറയുന്നത്. സത്യം പറഞ്ഞ ഞാൻ രൂപ തരാം. എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് കാർഡ് വന്നിട്ടുണ്ട്. നാളെ പോണം. കണ്ടോ കണ്ടോ, ഉടനെ പ്ലേറ്റ് മാറ്റിയല്ലോ. വേണോട്ടിന് എന്നോടെങ്കിലും സത്യം പറഞ്ഞൂടെ? ഇനിയെങ്കിലും വിശ്വസിക്കാവോ? വിശ്വസിച്ചിരിക്കുന്നു. പൈസ ഇട്. പൈസ ഇട്. മുഴുവൻ ചില്ലറയാണല്ലോ. കുറച്ച് രൂപയേ ഉള്ളൂ. ഒരു മാല വാങ്ങാനായിട്ട് ഞാൻ ഇട്ട് കൂട്ടുമായിരുന്നു. കുറെയൊക്കെ ഞാൻ റബ്ബർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ PC ടെസ്റ്റിന് കഴിഞ്ഞ ടെസ്റ്റ് അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെ ഈ മലപ്പുറത്തൊരു ഇന്റർവ്യൂ അതിനെനിക്ക് 15ാമത്തെ റാങ്കുണ്ട്. ആ 15ാമത്തെ റാങ്ക് കഴിഞ്ഞിട്ട് ഞാൻ എത്ര നാളായി പത്രത്തിലുണ്ടായിരുന്നു. ക്യാൻസലായി. ഇന്റർവ്യൂവിന് വന്നതാ. വെറുതെ ഇന്റർവ്യൂ നടത്തുന്നുണ്ടല്ലോ. എന്താ പേര്? സോമൻ. എവിടാ നാട്? മടത്തറ. ഗ്രാജുവേറ്റ് ആണോ? ഇല്ല, TDC ഉള്ളൂ. ഞാൻ BCom. എന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. ചീഫ് മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ആളാണല്ലേ? നമുക്കാരാ ശുപാർശ? പ്രൈം മിനിസ്റ്റർ. ഇപ്പൊ എവിടെ എന്തിനും ശുപാർശയാണല്ലോ. ഇവിടെ ആകെ ഒരു വേക്കൻസി ഉള്ളൂ. ചീഫ് മിനിസ്റ്ററുടെ റെക്കമെൻഡേഷൻ ആയിട്ട് വന്ന ആള് എത്തിയിട്ടുണ്ട്. ഞാൻ പോവുക. അമ്മയുടെ കാര്യം പണയം വെച്ചാ വന്നത്. ഓരോരുത്തന്മാരും മെനക്കെടുത്താനായിട്ട്. ഇനിയിപ്പോ നമ്മൾ വേഷം കെട്ടുന്നിട്ട് എന്താ കാര്യം? ഞാൻ പോവാ. M. ഗോപാലകൃഷ്ണൻ, PT വർഗീസ്, PN വേണുഗോപാലവർമ്മ. ആബ്സെന്റ് സാറേ. പ്രസന്റ്. വരും. ആബ്സെന്റ് ആണ്. ഓക്കെ ഡാഡി, ഞാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ പോട്ടെ. വിളിക്കട്ടെ? ആ, വിളിക്കൂ. യെസ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഫ്രണ്ടാണ്. മൂപ്പരിന്നൊരു ഫോറിൻ വിസിറ്റിന് പോവാ. 12:30 ഫ്ലൈറ്റ്. ഞാൻ വന്ന വണ്ടി സിറ്റി വരെ ഒരു ലിഫ്റ്റ് കിട്ടിയാൽ. ആയിരിക്കുള്ളൂ. താങ്ക് യു. താങ്ക് യു. ഞങ്ങള് നാട്ടുകാരാണ്, പിന്നെ ബന്ധുക്കളാണ്. ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എന്റെ മുഖം കണ്ടില്ല, അവൻ ചിലപ്പോ പോയില്ലെന്നിരിക്കും. അതാ ഞാൻ തിരുതി വെച്ചത്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കണ്ടോ? ഇത്രയും വിരുദ്ധനായ ഒരാളെ എനിക്ക് ആവശ്യമില്ല. യെസ്, യു ക്യാൻ ഗോ.
74698 പ്ലീസ്. ഹലോ, മാധവൻ നായർ സ്പീക്കിംഗ്. ഞാൻ ഉടൻ തന്നെ മടങ്ങുക. ഇല്ല, നടന്നില്ല. മന്ത്രി സ്ഥലത്തില്ല. ഞാൻ 2 മണിക്ക് തന്നെ എത്തി. അപ്പോഴേക്കും മന്ത്രി പോയി കഴിഞ്ഞു. കൊല്ലത്തേക്ക് പോയിരിക്കുക. അതെ, ഗസ്റ്റ് ഹൗസിലായിരിക്കും. കോളേജിന്റെ കാര്യം അവിടെ വെച്ച് തീരുമാനമാവും. ഇല്ല, കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇല്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഉടൻ മടങ്ങും. ഓക്കെ, സീ യു. നിങ്ങൾ ആരാണ്? മനസ്സിലായില്ലല്ലോ. എന്റെ പേര് വേണു. നമ്മളിന്ന് കണ്ടുമുട്ടുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. ഉച്ചയ്ക്ക് 2:30 മണിക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ വീട്ടിൽ സാർ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഞാനവിടെ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറി എന്നോടെല്ലാം പറഞ്ഞു. അപ്പോ മന്ത്രിയുമായി കൊള്ളാം. സാറിനറിയില്ലേ, മന്ത്രിയെ മന്ത്രിയാക്കിയത് ഞാനാണ്. പാർട്ടി എനിക്ക് തന്ന സീറ്റ് ഞാൻ അയാൾക്ക് വിട്ടുകൊടുത്തു. ദോഷം പറയരുതല്ലോ. അതിന്റെ നന്ദിയും സ്നേഹവും അയാൾക്ക് ഇപ്പോഴും ഉണ്ട്. ഏതായാലും മിസ്റ്റർ വേണുവിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ഭാഗ്യമായി. പിന്നൊരു പ്രധാന കാര്യം, അതിന് വേണു എന്നെ ഒന്ന് സഹായിക്കണം. എന്തു പറയുന്നു? ആദ്യ എഞ്ചിനീയറിംഗ് കോളേജ്, അതിന് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ വേണു മന്ത്രിയെ കൊണ്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് സാധിപ്പിച്ചു തരണം. അക്കാര്യത്തിൽ സാർ വിഷമിക്കണ്ട. കോളേജ് അനുവദിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുക്കാം. ഒന്നുമില്ലേലും ഒരു വലിയ കാര്യത്തിന് വേണ്ടിയല്ലേ. വളരെ സന്തോഷം. ആ, സാറിന് കുടിക്കാൻ നോ 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 അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് നിങ്ങൾ എന്റെ അതിഥിയാണ്. ബില്ല് പേ ചെയ്യുന്ന കാര്യം എനിക്ക് വിട്ടേക്കും. ഇരിക്കും. സാറിരിക്കുന്നില്ലേ? ഞാൻ പോരാ. സാർ, വരൂ മിസ്റ്റർ വേണു. നമസ്കാരം സാർ. നമസ്കാരം. എന്താ സുഖല്ലേ? നമസ്കാരം സാർ. ആ, ഇരിക്കൂ.
വേണ്ട രീതിയിൽ ആലോചിക്കാതെ തീരുമാനമെടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. സാമ്പത്തിക ശേഷിയും കാര്യക്ഷമതയും ഉള്ളവർക്ക് വേണം കോളേജ് അനുവദിക്കാൻ. സാമ്പത്തിക ശേഷിയെ കുറിച്ചൊന്നും പറയണ്ട, കോളേജ് അനുവദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ മതി. കാശുണ്ടാക്കുന്ന കാര്യം ഞങ്ങളേറ്റു. വിശാലമായ ഒരു പിരിവ്, കോളേജ് സ്റ്റാഫിനെ എടുക്കുന്നതിന് ഡൊണേഷൻ, അതായത് സംഭാവന. പിരിവിന്റെ കാര്യത്തിൽ നമ്മൾ ആരും തന്നെ മോശക്കാരല്ല. കാര്യശേഷിയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്കോ സംഘടനയ്ക്കോ മാത്രമേ കോളേജ് അനുവദിക്കൂ. അപ്പോ മന്ത്രി പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് കാര്യശേഷി ഇല്ലെന്നാണോ? എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. മന്ത്രി വന്നിട്ടുണ്ട്. ഞാൻ പോയി ആരൊക്കെയാ എന്തൊക്കെയാ നോക്കിട്ട് വരാം. സാറിട്ട് ഇരുന്നാ മതി. അവന്മാരോടൊന്നൊക്കെ പറയും. പുറകെ പത്രക്കാരുണ്ട്. അതാ നല്ലത്. ഞാൻ ഇവിടെ ഇരിക്കാം. ഓക്കെ. എന്തായി, മന്ത്രി കണ്ടോ? കണ്ടു. എന്തു പറഞ്ഞു? താലി കെട്ടാൻ നേരത്ത് മിന്നു തിരക്കിയതിന് പുള്ളിക്കാരൻ എന്നെ കുറ്റപ്പെടുത്തി. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അപ്പോൾ ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴെന്താ വേണ്ടെന്നറിയോ? പാർട്ടിക്ക് നല്ലൊരു തുക സംഭാവന കൊടുക്കണം. മന്ത്രി പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അതാ അതിന്റെ ഒരു ചടങ്ങ്. ഓ, അത്രേ ഉള്ളൂ. ഇത് 50,000 ഉണ്ട്. ബാക്കി എത്ര വേണമെന്ന് വേണു പറഞ്ഞാൽ മതി. അത് നമുക്ക് നേരിട്ട് സംസാരിക്കാം. സാറോടെ വന്നാട്ടെ. അല്ലെങ്കിൽ വേണ്ട, സാറോടെ ഇരുന്നാ മതി. വാർത്ത പത്രക്കാർ മണത്തറിയും. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. വേണു പോയാൽ മതി. എനിക്ക് ഈ രാഷ്ട്രീയക്കാരുമായി നേരിട്ട് ഇടപെട്ട് ശീലമില്ല. വേണ്ട, ഇക്കാര്യത്തിൽ സാറ് ബുദ്ധിമുട്ടണ്ട. എന്തായി? ഒന്നും ആയിട്ടില്ല, ചർച്ച നടക്കുന്നേ ഉള്ളൂ. ചീഫ് മിനിസ്റ്റർ ആലോചിച്ചിരിക്കുന്നതായിരിക്കും. തീരുമാനമായോ? അയാൾ ചുമ്മാടന്ന് ഉരുണ്ട് കളിക്കാണെന്നേ. അതുകൊണ്ട് വ്യവസായ പ്രമുഖനായ മിസ്റ്റർ മാധവൻ നായർക്ക് ഈ എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിച്ചു കൊടുക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുകയാണ്. എന്നാലും ചേട്ടാ, ഈ തീരുമാനമൊക്കെ നന്നായി. താൻ സമ്മതിരിക്കുന്നു. മന്ത്രി ചില കാര്യങ്ങളൊക്കെ സാധിച്ചില്ലാന്ന് എന്നോട് ഏറ്റുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ സമ്മതിച്ചു. മന്ത്രി എന്തു പറഞ്ഞു? എന്റെ മുഖത്ത് നോക്കി മറുത്തു പറയാൻ അങ്ങേർക്ക് പറ്റുമോ?
വേണുവിന്റെ ഇഷ്ടം അതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് കുഞ്ഞു ഒറ്റ ഇരിപ്പ്. ഞാനും വിട്ടുകൊടുത്തില്ല. പാർട്ടിക്ക് വേണ്ടി എന്താ തരേണ്ടത് ഞാൻ അങ്ങോട്ട് ചോദ്യം കഴിച്ചു. മന്ത്രി ഒറ്റ അക്ഷരം വേണ്ടിയില്ല. അങ്ങയുടെ മുമ്പിൽ വെച്ച് 50,000 രൂപ 50,000 റുപ്പീസ് ഞാൻ എടുത്ത് പിയുടെ കൈ വെച്ചു കൊടുത്തു. പാർട്ടി വേറെ, ബന്ധം വേറെ. അപ്പൊ കോളേജ് നമുക്ക് തന്നെ കിട്ടും അല്ലേ? അത് കൊള്ളാം. കിട്ടും എന്നല്ല, കിട്ടി എന്ന് പറയണം. ഇതിനെങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. താങ്ക് യു വെരി മച്ച്. മിനിസ്റ്ററെ കണ്ട് ഞാനും നന്ദി പറയണ്ടേ? വേണ്ട, അതിനുള്ള അവസരം ഇതല്ല. ഞാൻ മിനിസ്റ്ററേയും കൂട്ടി ഒരു ദിവസം വീട്ടിലേക്ക് വരാം. പ്ലീസ് ഡു. ഓ ഡ്രൈവർ, ഉദ്ഘാടനം, കല്ലിടിയില്, അങ്ങനെ 7-8 പരിപാടികളുണ്ട് മന്ത്രിക്ക്. ഞാനും കൂടെ വേണം ഒരേ പിടിവാശി. ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? സാറ് കഴിയട്ടെ. തൽക്കാലം ഞാൻ പോവാണ്. കാണണം, മറക്കരുത്. ഓക്കെ. പെട്ടി. 30,000 രൂപയ്ക്ക് ഈ കോന്തനെ കിട്ടത്തുള്ളോടി നിനക്ക്. ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചു പോയി. സ്നേഹിക്കുമായി താടിയും മുടിയും വെട്ടിക്കാത്ത കിറുക്കന് ഈ ദരിദ്രാശയെ കിട്ടിയുള്ളോടി നിനക്ക് പ്രേമിക്കാൻ. അദ്ദേഹം ഒരു വലിയ കലാകാരനാണമ്മേ. കലാകാരൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 30,000 ഉരുവ പോയിട്ട് 30 പൈസ എടുക്കാൻ എന്റെ കയ്യിൽ. ഞാനാണോടോ അവളെ പറഞ്ഞ് ഇളക്കി വിട്ടത്? ഞാനാരെ ഇളക്കിയിട്ടൊന്നുമില്ല. പിന്നെ അവള് ചോദിച്ചത് 30,000 രൂപ ഉണ്ടെങ്കിൽ എന്റെ സൃഷ്ടിക്ക് മജ്ജയും മാംസവും പകരാൻ സാധിക്കും. അങ്ങനെ 30,000 രൂപയുടെ സൃഷ്ടിയെ താൻ നടക്കണ്ട. അമ്മ എങ്ങനെ പറഞ്ഞാൽ എന്താ? എന്തായി? നിന്റെ മകളോട് ചോദിക്കണം. ആത്മാവ് എന്താടോ ഇവിടെ? ഇവിടെ ആണെന്ന് പറഞ്ഞു കൊടുത്തത് നീയാ. നിന്റെ കുറ്റം കൊണ്ടാ എവളവന്റെ പുറകെ നടക്കുന്നത്. നേരാണോടി? നീ കൊള്ളാമല്ലോടെ ആത്മാവേ. എടി കലയെന്നും പറഞ്ഞ് കിർക്കും പിടിച്ച് നടക്കുന്നതാണ് ഇവൻ. ഇവന്റെ പുറകെ പോയാൽ നീ പട്ടിണി കിടന്ന് ചാവും. കേൾപ്പിടിയാത്ത. അയ്യോ ചേട്ടാ, ചേട്ടനൊന്നും പറയരുത്. ഓഹോ, അത്രടം വരെ എത്തിയോ? ഇവനെ ഞാൻ മോനെ കണ്ടാൽ അറിയാൻ മേലേ അവനൊരു വിവരമില്ലാത്തവനാണ്. ഇവിടെ പാടും. അയ്യോ ചേട്ടാ, മിണ്ടരുത്. എടോ ഇവിടെ വരാൻ. പോട്ട് മോനെ, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുത്. അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എടോ, ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ എനിക്ക്? തനിക്ക് വേണ്ടപ്പെട്ടത് വല്ലതുകൊണ്ട് വിളിച്ചോണ്ട് വാ, ഞാൻ നടത്തിത്തരാം. അപ്പൊ ഇതായിരുന്നോ കാര്യം? എന്നാലേ പൊന്നാങ്ങളൊരു 30,000 രൂപ കൊടുക്കും. ഓ, അത് ഞാൻ കൊടുത്തോളാം. കൊടുക്കും. ഈ വസ്തു വയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. വസ്തു ഒന്നും വിൽക്കണ്ട. എന്റെ മക്കളെ, ഇതെവിടുന്ന് കിട്ടിയടാ? മക്കളെ അമ്മച്ചി സൂക്ഷിച്ചു വെക്കാം. നീ എവിടെയെങ്കിലും പോട്ട് കളയാ. കണ്ണ് കണ്ടോ എനിക്ക്? എന്റെ കണക്കൊന്ന് നോക്കി പറ. ഇത് കേട്ടാത്തൊന്ന് ഇയാളിപ്പോ കണക്ക് തീർക്കാൻ പോവുക. അതെ. 56 രൂപ 80 പൈസ. അത്രയിലേക്ക് ഉള്ളതോടെ ബാക്കി ഞാനങ്ങ് ഉപേക്ഷിച്ചേക്കാം. വേണുന്ന് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് നേരായിരുന്നു അല്ലേ? ഇല്ലായ്മ കൊണ്ടാ വേണു ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. നീ അതൊന്ന് മനസ്സിൽ വെച്ചേക്കരുത്. ബാക്കി വേണ്ട. അച്ഛാ, റിസൾട്ട് വന്നു. അച്ഛൻ ജയിച്ചു, മോള് തോറ്റു. അച്ഛാ, കോളേജ് നമുക്ക് അനുവദിച്ചു കിട്ടി. ഇതാണ് അച്ഛൻ പറയുന്നത്. കാര്യം മനസ്സിലാക്കാതെ അഭിപ്രായം പറയുന്നത്. ഇപ്പൊ വേണുവിന്റെ കഴിവ് നിനക്ക് മനസ്സിലായില്ലേ? ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്ന വേണു നമ്മുടെ ഓഫീസിൽ ഒരു ഇന്റർവ്യൂവിന് വന്നു. അതും ഒരു ക്ലാർക്ക് പോസ്റ്റിന് വേണ്ടി.
എനിക്ക് അതാ മനസ്സിലാവാത്തത്. മോളെ രാഷ്ട്രീയക്കാരല്ലേ, കടലിന്റെ ആഴം അളക്കാൻ കഴിയും. രാഷ്ട്രീയക്കാരന്റെ പ്രസംഗവും പ്രവൃത്തിയും മനസ്സും അളക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. കിട്ടും കിട്ടും. സ്വപ്നം. ഓടരുത്, ഓടരുത്. ഓടിയാൽ ഞാൻ ഓടിച്ചിട്ട് പിടിക്കും. നിക്കാനെ ഞാൻ പറഞ്ഞു. നിക്കവിടെ. എടാ നിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 10 വരെ എണ്ണുന്നതിനകത്ത് നീ എനിക്ക് പിടി തന്നില്ലെങ്കിൽ ഞാൻ എന്റെ അവസാനത്തെ പ്രയോഗം പ്രയോഗിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എവിടെ പോയി? എന്താ മോനെ? സ്നേഹമൊക്കെ സ്നേഹം തന്നെ. നേരി പറഞ്ഞില്ലെങ്കിൽ ഇടിച്ച് നിന്റെ അങ്കാവടി തെറ്റി. അവനെവിടെ? ആര്? എന്താ വേണോട്ടെ ഇത്? കൊള്ളാം, അടവ് കൊള്ളാം. അത് എന്നോട്. എടോ എണീക്കണോ? അവനെവിടെയാണ്? എനിക്കറിയില്ല സാർ. നിനക്ക് അറിയില്ലല്ലേ? ഈ കട ഞാനൊന്ന് ചവിട്ടി പൊളിക്കും. ഇങ്ങോട്ട് കയറി വരുമ്പോ ഞാൻ കണ്ടതാ. പിന്നെ അവൻ എവിടെ പോയിന്ന്? ഒന്നുമില്ല മോനെ. അങ്ങനെയായാ പറ്റില്ല. ശബ്ദം കേൾക്കണ്ടല്ലോ. കുളിക്കുന്ന ആള് പുറത്തു വരുന്നതാണ് നല്ലത്. എടാ ഇവിടെ വരാൻ. മോള് കുളിക്കാ മോനെ, മോള് കുളിക്കാ മോനെ, കുളിക്കാ. മോള് ദിവസം ഈ നേരത്തെ കുളിക്കുക. താൻ കുളിച്ച വെറുതെ ഓടി. എന്താ പറയാ? പോയോ? പോണം. ഞാൻ പോവും. ധാരാളം കണ്ടോ? ആ മിസ്റ്റർ വേണു. ഞാൻ വിചാരിച്ചു ഞങ്ങളെല്ലാം മറന്നുപോയി. വാക്കിലൂടെ നന്ദി പറയുന്നത് എനിക്കിഷ്ടമല്ല. ഇതിൽ നന്ദിയുടെ പ്രശ്നം എന്തിരിക്കുന്നു? ജനസേവനമാണല്ലോ ഞങ്ങളുടെ തൊഴിൽ. ഞാൻ എന്റെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. ഏതായാലും ഇപ്പോഴും ഇങ്ങോട്ട് വന്നത് നന്നായി. എനിക്കൊരു ജോലി കുറഞ്ഞു. അച്ഛൻ വേണുവിനെ തേടി അങ്ങോട്ട് വരാനിരുന്നാണ്. അയ്യോ, മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ വന്നാൽ എന്നെ കാണാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരല്ലേ, ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് എപ്പോഴും ഓട്ടമായിരിക്കും. അത് ശരിയാണ്. വേണുവിന് നടക്കാനറിയില്ല, ഓടാനേ അറിയൂ. അതും പരിസരം നോക്കാതെ. വരൂ. അപ്പോ മിസ് സുഹാസിനെ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഡൽഹിക്കുള്ള ഫ്ലൈറ്റിലായിരുന്നു. എന്താ വിശേഷം? ഒരു കോൺഫറൻസ് ഉണ്ട്. ഒരു ബുദ്ധിമുട്ട് കൂടി എനിക്ക് വേണ്ടി സഹിക്കണം. പറഞ്ഞോളൂ. കോളേജിന്റെ ശിലാസ്ഥാപനത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ വേണം. അത്രേ ഉള്ളൂ. ശിലാസ്ഥാപനത്തിന് ഉദ്ഘാടനത്തിന് വിളിച്ച വരാത്ത മന്ത്രിമാരുണ്ടോ? വേണ്ടച്ച, വിദ്യാഭ്യാസ കാര്യമല്ലേ, അതിനെന്തിനാ ഈ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ? എക്സ്ക്യൂസ് മീ മിസ്റ്റർ വേണു, തെറ്റിദ്ധരിക്കരുത്. ഇതാണ് ഇവളുടെ പ്രകൃതം. തോന്നുന്ന അപ്പൊ തന്നെ തുറന്നടിക്കും. തുറന്ന് സംസാരിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. അന്നത്തെ ഇന്റർവ്യൂ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതേപ്പറ്റി ഇവളിവിടെ വന്നിട്ട് ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയക്കാരല്ലേ, പല വേഷങ്ങളും കെട്ടേണ്ടി വരും. കൈക്കൂലി വാങ്ങിച്ചിട്ടാണ് ഇവിടെ നിയമനം എന്ന് കേട്ടു. അതൊന്ന് നേരിട്ട് അന്വേഷിച്ച് കളയാം എന്ന് വിചാരിച്ചു. കറക്റ്റ്. പരീക്ഷണത്തിന് വേണ്ടിയാണെങ്കിലും മിസ് സുഹാസിനെ അഭിമുഖീകരിച്ചപ്പോ എന്റെ അഭിനയം പൊളിഞ്ഞുപോയി. ഏതായാലും നമ്മുടെ പരിചയം രണ്ടുപേരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണം. മനസ്സിലായില്ല. എന്റെ കയ്യിൽ ആവശ്യം പോലെ പണമുണ്ട്, പക്ഷെ രാഷ്ട്രീയ സ്വാധീനമില്ല.
നമ്മൾ രണ്ടും കൂടി ചേർന്നാൽ എന്തും നേടാം. പറഞ്ഞു വരുന്നത് നഗരത്തിലെ ജീവിതം രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണുവിനെ സഹായിക്കും. താങ്കളുടെ സഹകരണം എന്റെ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യവുമാണ്. നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാം. ഓക്കെ ഓക്കെ. അച്ഛൻ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് ആരെ അന്ധമായി വിശ്വസിക്കരുതെന്ന്. ഇന്ന് ഞാനത് അച്ഛനോട് പറയുന്നു. ഗുഡ്. വേണുവിനെ നല്ല പോലെ മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ വിശ്വസിച്ചത്. എന്നാലും ഇത്ര തിടുക്കത്തിൽ തൊഴിൽ പ്രശ്നങ്ങളിൽ നിന്നെ ഉപദേശിക്കാൻ ഒരു അഡ്വൈസർ കൂടിയേ തീരൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ടോ നമ്മുടെ പുതിയ വേഷം? എന്ത് പറ്റി പെണ്ണേ നിനക്ക്? മുഖത്താകെ ഒരു വളർച്ച. ഇപ്പൊ എന്താ പുളിമാങ്ങയും കടിച്ചോണ്ട് നടക്കുന്നു? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ നേരത്തെ പറഞ്ഞേക്ക്, നമുക്ക് പോം വഴി കണ്ടുപിടിക്കാം. നിനക്കിപ്പോ അങ്ങനെയെല്ലാം തോന്നും. കല്യാണം കഴിഞ്ഞ കോളല്ലേ. ഇനിയിപ്പൊ നിന്റെ ചിന്ത പച്ചപ്പുളിയും പുളിമാങ്ങയൊക്കെ ആയിരിക്കും. ഇപ്പൊ പച്ചമാങ്ങയും കടിച്ചു നടക്കുന്നത് ഞാനല്ലല്ലോടി. ഒരു രസത്തിന് വേണ്ടി ഞാനൊന്നെടുത്ത് കടിച്ചുപോയി. എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഏൽക്കാൻ ആളുണ്ട്. നിനക്കോ? വേണോട്ടിന്റെ കത്തുവല്ലും വരാറുണ്ടോ? എന്താ നീ വേണോട്ടിനെ തിരക്കുന്നത്? വെറുതെ. അമ്പടി കേമി, എന്തെങ്കിലും ഉണ്ടെങ്കിലേ നേരത്തെ എന്നോട് പറഞ്ഞേരെ. വേണോട്ടിന് ആളൊരു വരാല. എപ്പോഴാ വഴുതി പോകുന്നതെന്ന് അറിയില്ല. നേര് പറഞ്ഞോ, വേണോട്ടിനായി നിനക്ക്? ഇല്ല, ഒന്നുമില്ല. ഞാനും ഒരു പെണ്ണാ. ചിലതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പുളിമാങ്ങയും വേണോട്ടിനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ എനിക്കൊരു തെറ്റുപറ്റി. ആരോടും പറയരുത്. എടീ ഭയങ്കരി, മിണ്ടാപ്പൂച്ചയെ പോലെ നടന്നിട്ട് അവളെ ഞാൻ വെറുതെ വിടത്തില്ല. അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ എന്റെ ചെറുക്കനെയും. അവൻ ഈ നാട് വിട്ടിട്ട് മാസാത്രമായിരുന്ന ലീല കള്ളം പറയില്ല. ദേവി, അപ്പൊ നീ അവിടെ പക്ഷത്ത. എനിക്ക് അവൻ ഒന്നേ ഉള്ളൂ. എന്റെ ചെറുക്കനെ പേര് ദോഷം കേൾപ്പിച്ച ഒന്നിനെയും ഞാൻ വെറുതെ വിടത്തില്ല. ഒന്നും വേളം വെച്ച് അവളെ കൂട്ടാതിരിക്കും. അവളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. നീ അവളൊന്ന് പറഞ്ഞു നോക്കട്ടെ. അപ്പഴാ എന്റെ കരുതറം കാണാൻ പോകുന്നത്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അയാൾ ജോലിയിൽ തിരിച്ചെടുക്കുന്ന പ്രശ്നമേ ഇല്ല. നല്ലതുപോലെ ആലോചിച്ചിട്ടാണോ? എന്താ മിസ്റ്റർ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വേണു പറഞ്ഞത് ശരിയാ. സിംഗപ്പൂർ അല്ല കേരളം. ഇവിടെ വളരെ തന്ത്രപൂർവ്വം വേണം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ. അച്ഛനെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അയാൾ എന്റെ മുഖത്ത് നോക്കി തെറി വിളിച്ചു. ഞാൻ അവനെ പുറത്താക്കി. ഇനി തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല. എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. നീ തൊഴിലാളിയല്ല, മുതലാളിയാ. അത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇക്കാര്യത്തിൽ എനിക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല. സത്യം പറഞ്ഞോ, നിന്നെ ആരാ പഠിപ്പിച്ചത്? ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. നിന്നെയും കൊല്ലും, ഞാനും ചാവും. നീ പറയില്ലല്ലേ? എന്താ ജീവൻ വേണമെങ്കിൽ നടക്കോ? ഇല്ല, പിള്ളേച്ചനകത്ത് എന്നെ കൊല്ലും.
ലേബറാഫീസറുടെ മുമ്പിൽ എത്ര പ്രാവശ്യം ഈ പ്രശ്നം കൊണ്ടുവന്നതാണ് വരട്ടെ. ഫോൺ അവിടെ വെക്കാനാ പറഞ്ഞത്. ഓഹോ, പോലീസിനെ വിളിച്ചു വരുത്തി രക്ഷപ്പെടാമെന്ന് കരുതി അല്ലേ? ഇന്നിതിന് തീരുമാനമുണ്ടായില്ലെങ്കിൽ ചുടും. എല്ലാത്തിനെയും ഇതിനകത്തിട്ട് ഞാൻ ചുടും. ഫോൺ താഴെ വയ്ക്കാൻ. തീരുമാനം ഉണ്ടാവും. അയാളെ കൂടെ അകത്തേക്ക് വിട്ടേക്ക്. പ്രശ്നം തീർന്നിട്ട് പുറത്തു വിട്ടാ മതി. ഉപദേശി വന്നിട്ടുണ്ട്. ഇപ്പം തീരും പ്രശ്നം. പുള്ളിക്കാരൻ വന്നത് കാര്യം വേറെ. ചെറുപ്പമല്ലേ, ഒന്ന് ചൊള്ളിക്കളയാമെന്ന് വിചാരിച്ചു അല്ലേ? എന്തിനാ പണിക്കരെ വേണ്ടാത്തൊക്കെ പറയുന്നേ? നമ്മൾ നാളെ കാണേണ്ടവരല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നം പരിഹരിക്കണം, അത്രല്ലേ ഉള്ളൂ. ജെയിംസിനെ തിരിച്ചെടുക്കാം, പക്ഷെ ഒരു വ്യവസ്ഥ. അയാൾ എന്റെ മുന്നിൽ മാപ്പ് പറയണം. അതിന് എന്റെ മറ്റം വരും. അവനെ വിട്ടേക്ക് ജോണി. ഞാനിതിന് പകരം ചോദിച്ചോളാം. ഇവിടെ വെച്ചല്ല, പുറത്ത് വെച്ച് നോക്കിക്കോ. നിന്റെ മുന്നിലിട്ട് ഞാൻ ഇവനെ ചോര തുപ്പിക്കും. മതി. ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നു. അപ്പൊ പിടിവാശി അനുഭവിച്ചില്ലേ? മിസ്റ്റർ വേണു അവിടെ ഉണ്ടായിരുന്നത് ഭാഗ്യമായി. വേണുവിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ധൈര്യം മാത്രമല്ല, കഴിവിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അതിന് ഇത്രയൊക്കെ പറയാനുണ്ടോ? ഞാൻ ഇറങ്ങട്ടെ. വേണുവിന് വിരോധമില്ലെങ്കിൽ ഇവിടെ താമസിക്കാമല്ലോ. എന്തിനാ ഹോട്ടലിൽ പോകുന്നത്? വേണ്ട, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടത്തെ ഗസ്റ്റ് റൂം ഒഴിഞ്ഞു കിടക്കുക. പിന്നെ എന്തിനു ഹോട്ടലിൽ പോയി മുട്ടകടി കൊള്ളണം? ഇവിടെ താമസിക്കേ. അല്ല, അത് ഇവിടെ ഇപ്പോ തൽക്കാല അസൗകര്യമൊന്നുമില്ല. പിന്നെ ശില്പമോൾ വന്നു കഴിയുമ്പോ അല്പസ്വല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ശില്പമോളോ? ആരാണത്? ഇവളുടെ അനിയത്തി, ഊട്ടി പഠിക്കുന്നു. ആ, ഒരു മുന്നറിയിപ്പോടുണ്ട്. പുള്ളിയെ കൂടുതൽ അടുപ്പിക്കുന്ന അപകട. പിന്നെ ഊട്ടി വിശേഷവും സ്കൂൾ വിശേഷങ്ങളും പറഞ്ഞ് ഇരിക്കപ്പുറത്ത് തരില്ല. അപ്പൊ നല്ല രസമായിരിക്കല്ലോ. രസമോ? ബഹുരസം. പിന്നെ നൃത്തവും പാട്ടും എന്ന് വേണ്ട. ഉടനെ വരുന്നുണ്ടോ കക്ഷി? വെക്കേഷൻ ആയാൽ ഉടൻ കൊണ്ടുവരണം. ശില്പമോളെ കാണാൻ കൊതിയായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ വേണു, നാളെ പോരുമ്പോ ഹോട്ടലിലെ റൂം വെക്കേറ്റ് ചെയ്തേക്കും. ശരി, നിങ്ങളെ ഇഷ്ടം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇപ്പോഴെങ്ങനെ നിന്റെ അഭിപ്രായം മാറിയോ? തീർത്തു പറയാറായിട്ടില്ല. എന്താ ഇവിടെ മനുഷ്യനെ ഭക്ഷിക്കുന്നു? ആരെ ഉച്ചയായി? ഇവിടെ ഒന്ന് വേവിക്കട്ടെ. എന്റെ മറ്റവനെ ആലോചിച്ചുള്ള ഇരിക്കും. ആ വിഷവിത്ത്, അതിനെപ്പറ്റി എനിക്കൊന്നും കേൾക്കണ്ട. വെക്കണ്ട കൺമുമ്പിൽ. ഓടി. ഒറ്റയ്ക്ക് നിന്ന് ബോറടിച്ചോ? ഏയ്, മിസ്റ്റർ വേണുവിന്റെ ഹോബി എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. ഉണ്ട്, ഞാൻ പറയാം. ഉം. രാഷ്ട്രീയം. നാടുവാഴി കുടുംബമല്ലേ, ഭരണം രക്തത്തിൽ കടന്നുപോയി. നാടുവാഴി കുടുംബമോ? ഓ, അത് ഞാനിതുവരെ പറഞ്ഞില്ലല്ലേ. ഉഴക്കര കൊട്ടാരത്തിലെ പിന്തുടർച്ചാവകാശിയല്ലേ ഞാൻ. അപ്പോ കൊച്ചുതമ്പുരാനാണല്ലേ? അങ്ങനൊരു ശാപദോഷമുണ്ട്. പെൻഷൻ വെച്ച പോലീസുകാരാ ഇന്ന് ഞങ്ങളുടെ ബാല്യക്കാര്. എങ്ങോട്ട് നോക്കിയാലും പോലീസുകാരാ. ബാല്യക്കാരെ. പിന്നെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു? അതല്ലേ തമാശ. കൊട്ടാരത്തിലെ ജീവിതം എനിക്ക് മടുത്തു. ഒരു സ്വാതന്ത്ര്യമില്ല. അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും ഞാൻ കുട്ടിയാ. അതെ, അതങ്ങനെ ആയിരിക്കുമല്ലോ. കൊട്ടാരത്തിൽ ആരൊക്കെയുണ്ട്? കൊട്ടാരത്തിൽ അച്ഛൻ, അമ്മ, പെങ്ങള്, കാര്യക്കാര്, ബാല്യക്കാര്, ആനക്കാര് എന്ന് വേണ്ട. അപ്പോ പട്ടമഹിഷി? അക്കാര്യം ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ല. എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാ മതിയോ?
ഇന്നെന്താ മോളെ താമസിച്ചത്? ക്ലബിൽ നിന്ന് മടങ്ങാൻ അല്പം വൈകി അച്ഛാ. അത് ശരിയല്ല. എല്ലാറ്റിനും സമയനിഷ്ഠ പാലിക്കണം. നാഴികമണിയിലെ സൂചി കറങ്ങുന്ന അനുസരിച്ച് എല്ലാവർക്കും ജീവിക്കാൻ ഒക്കുവോ അച്ഛാ? കഴിയണം. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. മോളെ, മണി 6 കഴിഞ്ഞു. അച്ഛ ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല. കഴിച്ചു. ഇന്നലെ വരെ നീ അത് മറന്നിരുന്നില്ല. സോറി അച്ഛാ. അച്ഛനും ഒരു കാര്യം മറന്നു. അച്ഛൻ എന്താ മറന്നത്? നിന്റെ കല്യാണക്കാര്യം. വേണ്ടെന്ന് പറയാനായിരിക്കും. സാധ്യമല്ല. അച്ഛനുമില്ല മോളെ ചില ആഗ്രഹങ്ങളൊക്കെ. നമ്മൾ അവിടുത്തെ പുതിയ കലക്ടറെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? കറക്റ്റ്. കുടുംബക്കാരനാണ്. ഒരാലോചന വന്നിട്ടുണ്ട്. എന്തു പറയുന്നു? നമ്മൾ ബിസിനസ്സുകാരല്ലേ അച്ഛാ, അതുമായി ബന്ധപ്പെട്ട ഗുഡ്. നീ ബുദ്ധിപൂർവ്വം സംസാരിക്കുന്നു. ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ കഴിവുള്ള ഒരാളെ അച്ഛൻ കണ്ടുപിടിക്കും. മിസ്റ്റർ വേണുവിനെ കുറിച്ച് അച്ഛന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാണ്. മോളെ ശില്പ, come on, come on. Sit here. ചേച്ചിക്ക് ഒരു സ്വീറ്റ് കിസ് താ. അതെന്താ? ചേച്ചി എന്റെ വീട്ടിൽ വരാഞ്ഞത് എന്ത് രസമായിരുന്ന ഫ്ലവർ ഷോ. ഓ, അതാണോ കാര്യം? ചേച്ചി MD അല്ലേ? ഫാക്ടറിയിൽ ആവശ്യത്തിന് കുഴപ്പം ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെ വരാൻ എവിടെയാ സമയം? എന്റെ പൊന്നുമോളി ശില്പ. എന്തിനാ ലീല നീ കരഞ്ഞത്? കണ്ണീരിനിയും പറ്റാത്തതുണ്ട്. എങ്ങനെ നടന്നൊരു പെണ്ണാണ്. എന്നും ഒരുപോലെ നടക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് കഴിയും. എന്നും ഒറ്റയ്ക്ക് നടക്കാം. ഒരിക്കലും അമ്മയാകേണ്ടി വരില്ല. അതേടി, അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവില്ല. നിനക്ക് അമ്മയായപ്പോൾ ദുഃഖം, എനിക്ക് അമ്മയാകാത്തതിന്റെ ദുഃഖം. മോനെവിടെ? അവന് ഉറങ്ങുന്നു. അവന്റെ പിറന്നാൾ നാളെയല്ലേ? ഞാനല്ലാതെ മറ്റൊരാളുകൂടി അത് ഓർത്തില്ല. എനിക്ക് തൃപ്തിയായി. മേക്കപ്പ് എങ്ങനെ? ഫാന്റാസ്റ്റിക്. മോളെ, എല്ലാ ലൈൻസും അത്ഭുതപ്പെടണം. മോളൊന്ന് എന്ത് ഐറ്റമാ ചെയ്യാൻ പോകുന്നു? ഒന്ന് കാണട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. 2 ദിവസം ഞാൻ സ്ഥലത്തുണ്ടാവില്ല. എന്തെങ്കിലും പേപ്പറുകൾ ഒപ്പിടാനുണ്ടെങ്കിൽ കൊണ്ടുവരൂ. മുതലാളി ഇങ്ങോട്ട് പോന്നു. ആദ്യ എസ്റ്റേറ്റിലേക്ക്, അവിടെ നിന്നും വേണുവിന്റെ കൊട്ടാരത്തിലേക്ക്. ക്ഷമിക്കണം മുതലാളി, നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയാണോ? ഒരു തെറ്റുമില്ല. അവര് രാജകുടുംബക്കാരാ. 2 അടിച്ചത് എന്റെ ഓഫീസ് കൂട്ടിയത്. 1, 2, 3. എടുത്തോളി. ഇവിടെ ഏത് ഭാഗത്തായി കൊട്ടാരം? കൊട്ടാരമോ? ഇവിടെയോ? ഇവിടെ കൊട്ടാരം കോവിലോ ഒന്നുമില്ല. വേണുഗോപാലവർമ്മയുടെ കൊട്ടാരം. വേണുഗോപാലവർമ്മയോ? അങ്ങനെ ഒരാളിവിടെ ഇല്ലല്ലോ. ഒരുപക്ഷെ നമ്മുടെ പെരട്ട് വേണുവായിരിക്കുമോ പാർട്ടി? ഓ, അത് ശരി. അവന്റെ വീട്ടുപേര് കൊട്ടാരത്തിൽ വീണെന്നാ. ഇവിടെ നിന്ന് നേരെ പോയാൽ വളവ് തിരിഞ്ഞ് 4ാമത് കാണുന്ന വീടാ. വണ്ടി വിട്. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാര്. കൊള്ളാമല്ലോടാ പറ്റുന്ന നിന്റെ മനസ്സിലിരിപ്പ്. ഈ വീടും പറമ്പും വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോണമെന്നാ?
മമ്മിക്ക് ഞങ്ങളോടൊപ്പം കഴിയാമല്ലോ. അങ്ങനെ ഇപ്പൊ കഴിയണ്ട. തൊഴിലൊന്നും ഇല്ലാതെ എന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? എന്റെ ചെറുക്കൻ എവിടുന്നോ കൊണ്ടുവന്ന കാശ അവനെയും കാണാനില്ല. പോലീസ് പിടിച്ചോ ജയിലാണോ എന്ന് നീ ഒന്ന് അന്വേഷിച്ചോ? അവൻ തിരിച്ചു വരുമ്പോ കേറി കിടക്കാൻ ഇടവില്ലെന്ന് വന്നു. പണം പിടുത്തത്തിനെന്നും പറഞ്ഞ് 30,000 രൂപ നീ എണ്ണി വാങ്ങിച്ചത് നിന്നെ കെട്ടിയെടുക്കാൻ. അതുകൊണ്ട് പോയി തൊലച്ചു. ഇപ്പൊ പണവുമില്ല, രൂപയില്ല. എന്താ ചെയ്ത് പതിവില്ലാതെ? എനിക്കിന്ന് വളരെ സന്തോഷം തോന്നിയ ദിവസമാണ്. എനിക്കും. ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നു. എന്ത് രസമായിരുന്നു. കൊച്ചുതമ്പുരാൻ ഇനി എന്നാണാവോ രാജധാനിയിലേക്ക്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്നെ വേണമെന്ന് വിളിച്ചാൽ മതിയെന്ന്. യുവരാജാവിനെ വെറും വേണുവെന്ന് വിളിച്ച മോശം. നിന്നെ പട്ടി എന്ന് വിളിക്കുന്നതാടാ എനിക്കിഷ്ടം. എന്നെ ആഹ്വാനിക്കരുത്. ഞാനിന്ന് നിന്റെ കൊട്ടാരത്ത് പോയിരുന്നടാ. കണ്ടോളാം. നീ എന്ത് കാണിക്കാനാടാ? മോളെ മോളെ, അച്ഛൻ ഊണഴിച്ചു. മോളുണ്ടാതെ അച്ഛനും ഊണ് കഴിക്കൂ. കൊച്ചു കഴിവാറ മോനെ പൊട്ടെന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പേ തുടങ്ങി പോ. എടുത്തോണ്ട് പോടി അസത്തിന്. ആരെങ്കിലും കാണിക്കാം. അതുവരെ അതിനു മുമ്പ് ചത്തു വേണമെങ്കിൽ പോട്ടെ. എനിക്ക് വലുതെന്റെ മോന. അവനെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ മടങ്ങി വരില്ല. ഈ മരുന്ന് പുറത്തുനിന്ന് എടുക്കണം.
വാ പോവാ. പിന്നെ കക്ഷി വരുന്നുണ്ട്. ഇവനെ ഒന്ന് കൈകാര്യം ചെയ്യാം. ഈ ഉപദേശ പ്രശ്നം വീണ്ടും ഉണ്ടാക്കിയത്. ഇവൻ കായംകുളം വാള ന്യൂസ് ഓർത്താനാണ് പരമായിരിക്കും. താൻ എന്തൊരു ചെറ്റയാണോ? ജെയിംസിനെ പുറത്താക്കാൻ താനാ മുതലാളി കൂട്ടുന്നില്ലേ? തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കരികാലി വേണു ഗോപാലൻ. കരികാലി വേണു ഗോപാലൻ. കരികാലി വേണു ഗോപാലൻ. കരികാലി വേണു ഗോപാലൻ. ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. എന്റെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പരമാർത്ഥം നിങ്ങൾ അറിയണം. ജെയിംസിനെ പുറത്താക്കിയതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. അത് ആ മുതലാളി തന്നിഷ്ടപ്രകാരം ചെയ്തതാണ്. ആ ഒറ്റ കാരണം കൊണ്ട് എന്റെ രാജിക്കത്ത് അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു തൊഴിലാളി പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോടുള്ള ധർമ്മം നിറവേറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യാത്ര തിരിക്കുകയാണ്. സഖാവേ, ഒന്ന് നിൽക്കണം. പോകരുത്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. സഖാവ് വേണു സിന്ദാബാദ്. സഖാവ് വേണു സിന്ദാബാദ്. സഖാവ് വേണു സിന്ദാബാദ്. സഖാവ് വേണു സിന്ദാബാദ്. വേണ്ടെങ്കിൽ വേണ്ട. അച്ഛൻ മരിക്കാൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം. വിവാഹത്തിന് മാത്രം എന്നെ നിർബന്ധിക്കരുത്. നിന്റെ ഈ തന്തയില്ലാത്ത കുഞ്ഞിന് അങ്ങനെയെങ്കിലും ഒരു അച്ഛനുണ്ടാകട്ടെ എന്ന് ഞാൻ കരുതി. ഭാഗ്യത്തിനായാലും സമ്മതിച്ചു. അതും ദുബായിക്കാരൻ. പിന്നെ പ്രായാൽപ്പം കൂടുതലുണ്ട്. എങ്കിലും വിഴുപ്പി നോക്കാമെന്നായാലും സമ്മതിച്ചല്ലോ. എല്ലാ വീപ്പും ഞാൻ ഒറ്റയ്ക്ക് ചുമന്നോളൂ. ഇങ്ങനെ പോയാൽ ഇതുവരെ പോകുമെന്ന് നമുക്ക് നോക്കാം. നാളത്തെ കോൺഫറൻസിൽ നമ്മുടെ തീരുമാനം എന്തായിരിക്കണം? തീരുമാനം എടുത്തു കഴിഞ്ഞു. തൊഴിലാളികളെ തന്ത്രപൂർവ്വമായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടതെന്ന് അച്ഛനല്ലേ എന്നെ ഉപദേശിച്ചിട്ടുള്ളത്? അതന്ന്. തോൽക്കുന്നതിലല്ല എനിക്ക് വിഷമം, അവൻ ജയിക്കുന്നതില. എങ്ങു നിന്നോ വന്നൊരു റാസ്കൽ എന്നെ വെല്ലുവിളിക്കുന്നു. എലിയെ പേടിച്ച് ഇല്ലം ചുടണോ അച്ഛ? ഇല്ലം കരഞ്ഞാലും ശരി, ഈ എലിയെ ഞാൻ കൊല്ലും. സുഹാസിനി, നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല അല്ലേ? വേണുവിനെ മറക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ മകളെ മറക്കേണ്ടി വരും. നിലയും വിലയും വിട്ടൊരു തെണ്ടിയുടെ പിന്നാലെ നടന്നാൽ ആ തെണ്ടി എനിക്ക് പരിചയപ്പെടുത്തിയത് അച്ഛനല്ലേ? എനിക്കൊരു തെറ്റ് പറ്റി. ആ തെറ്റ് നീ ആവർത്തിക്കരുത്. എപ്പോഴും മാറ്റാൻ കഴിയുന്നതല്ല എന്റെ മനസ്സ്. നീ നിലമറന്ന് സംസാരിക്കുന്നു. നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറാണ് നീ. അവനോ? ആരും ആയിക്കൊള്ളട്ടെ. നല്ല പോലെ ആലോചിച്ച് നീ ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനം അച്ഛന്റെ ആഗ്രഹങ്ങൾക്ക് എതിരായിരിക്കരുത്. എന്താ ജോണി? വർഷങ്ങളോളം നിങ്ങൾക്ക് വേണ്ടി വിയർപ്പ് ചിന്തിയതിന്റെ കൂലി ഇപ്പോ ഞങ്ങൾക്ക് കിട്ടി. പോലീസിന്റെ തല്ലേറ്റ് എല്ലൊടിഞ്ഞ സഖാക്കളെ ആശുപത്രിയിൽ പോയി കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. എന്റെ കുറ്റം കൊണ്ടാണോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അതാണ് തെറ്റ്. കുറ്റവാളിയെ നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. മനസ്സിലായില്ല? നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ. വേണു വരുന്നതിന് മുമ്പ് നിങ്ങളുടെ യൂണിയൻ ആയിരുന്നല്ലോ മെജോറിറ്റി. അതെ. ഇപ്പോഴോ? എങ്ങു നിന്നോ വന്ന ഒരുത്തൻ തൊഴിലാളികളെ നയിക്കുന്നു. ആത്മാർത്ഥമുള്ള തൊഴിലാളികളെ വഞ്ചിക്കുന്നു.
അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം അവനെ ഒഴിവാക്കൂ, എന്നിട്ട് തൊഴിലാളികളുടെ കാര്യം പറയാൻ പറ്റും. ഒരു തട്ടിപ്പുകാരന്റെ പിന്നാലെ നടന്ന് നിങ്ങളും നശിക്കരുത്. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഉണ്ടല്ലോ, ഇരിക്കൂ. പ്രശ്നങ്ങളുടെ പേരിൽ ഞങ്ങൾ പരസ്പരം എതിർക്കും. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഞങ്ങൾ എല്ലാവരും ഒന്നാണ്. അതെ, അത് ആവശ്യമാണ്. ഏറെ പ്രതീക്ഷകളോടെയാണ് ഞാൻ എന്റെ നാട്ടിലേക്ക് മടങ്ങി വന്നത്. ഇവിടെ എത്തിയപ്പോ ഒരു കാര്യം മനസ്സിലായി. ജീവശ്വാസത്തിൽ പോലും രാഷ്ട്രീയം വേണം നിലനിൽപ്പിന്. പിന്നീട് ആ കാര്യത്തിലായി എന്റെ ശ്രദ്ധ. ഇനി എന്നെ തോൽപ്പിക്കാനോ വഞ്ചിക്കാനോ ആർക്കും കഴിയില്ല. മുതലാളിക്കെതിരായി എന്റെ പാർട്ടിക്കാരെ കിട്ടില്ല. എനിക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി വേണുവിനെ നിങ്ങൾ തോൽപ്പിക്കണം. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത അവൻ നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല. പണവും പാരമ്പര്യവും നമുക്കാണ്. ഏതായാലും അവന് നേരിടാൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. കുറ്റിച്ചൂലിനെ നേരിടാൻ പടവാള് വേണം. വെറും ഒരു ചൂല് മതി. എന്താ വേണ്ടെന്ന് മുതലാളി തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ തയ്യാറാണ്. നായരും നമ്പൂതിരിയും ക്രിസ്ത്യാനിയും മുസ്ലിം എന്ന് വേണ്ട, എല്ലാ ജാതിക്കാരും വിപ്ലവകക്ഷികളും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാ നിൽക്കും. സ്ഥാനാർത്ഥിയുടെ വലുപ്പമൊന്നുമല്ല, പണമാണ് വിജയത്തിന് ആവശ്യം. പുറത്ത് ഞങ്ങൾ മുതലാളിമാരെ എതിർക്കുമെങ്കിലും അവരുടെ സഹായം ഉണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ പിടിച്ചിരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, നമസ്കാരം. 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 ഓ, എന്റെ മോള് വളരെ പങ്ക്ച്വലാണ്. എന്താ മോളെ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. അച്ഛനോടൊന്നും വിളിക്കരുത്. പറയൂ. വേണുവിനെതിരെ നിങ്ങളടുത്ത തീരുമാനം ഞാൻ കേട്ടു. ഇത്രയും വേണോ അച്ഛാ? വേണം. ഇക്കാര്യത്തിൽ അച്ഛന് നിന്റെ അഭിപ്രായം ആവശ്യമില്ല. മോള് പോയിക്കൊള്ളൂ. ഒന്നിർത്തിക്കേ. കരണൻ. ഹലോ സാർ. മുതലാളിയുമായി പിണങ്ങിത്തിരിഞ്ഞെന്ന് കേട്ടു. ശരിയാണ്. ആ തൊഴിലാളി വഞ്ചകനോടൊപ്പം നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് മാത്രം പോരാ, അയാളെ ഒരു നല്ല പാഠം പഠിപ്പിക്കണം. അതിന് താൻ എന്റെ കൂടെ വേണം. ശരി, ഞാനുണ്ടാവും. ഓക്കെ, കാണണം. തിരക്കായതുകൊണ്ടാ അകത്തേക്ക് വരാത്തത്. ഇന്ന് വരെ ഒരു കാര്യത്തിൽ ഞാനിവിടെ വന്നിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുമില്ല. ഇപ്പോ ഒരു വലിയ കാര്യം പറയാൻ വന്നതാ. കൃഷ്ണ, വേണുഗോപാല, നമ്മുടെ രണ്ടുപേരുടെയും പേരൊന്ന. ഞാനിപ്പോ ഒരു അഗ്നിപരീക്ഷപ്പെട്ടിരിക്കുക. അറിഞ്ഞു കാണും, ഒരു സ്ഥാനാർത്ഥിയാ. എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിച്ചു തരണം. എല്ലാ 1-ാം തീയതിയും മുടങ്ങാതെ ഇവിടെ വന്ന് വഴിപാട് നടത്തിക്കോളാം. ഈ കൊടിമര സ്വർണം പൂജിച്ചോളാം. രാഷ്ട്രീയക്കാരനാണെന്ന് കരുതി നന്ദികേട് കാണിക്കൂല, വാക്കും മാറൂല. ഭഗവാനെ, എന്തൊക്കെയുണ്ട് ലീലേ വിശേഷങ്ങൾ? ഒത്തിരി പറയാനുണ്ട്. എനിക്ക് ഉടനെ പോണല്ലോ. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ തിരക്കില്ല. എന്റെ വേണുവേട്ടൻ തീർച്ചയായും ജയിക്കും. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വരട്ടെ. നമ്മുടെ മോനെങ്കിലും ഒന്ന് കാണണ്ടേ? മോനോ? കഴിഞ്ഞതെല്ലാം മറന്നുപോയോ?
സംഭവിച്ചു പോയി. എനിക്കിനി നാട്ടിലേക്ക് നിവൃത്തിയില്ല. ഞാൻ തിരിച്ചു വരും. എവിടെന്നെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വരും. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നിനക്കെന്നെ വിശ്വാസമില്ലേ മോളെ? നാട്ടുകാരെന്തെല്ലാണ് പറഞ്ഞു പരത്തിയെന്നറിയാമോ? അച്ഛന് പോലും എന്നെ വെറുപ്പ. എന്നെ വല്ലാതെ ഉപദ്രവിച്ചു. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. എല്ലാം ഞാൻ സഹിച്ചു. നമ്മുടെ മോന് വേണ്ടി ഞാൻ കാത്തിരുന്നു, ഒന്ന് കാണാൻ വേണ്ടി. ഞാൻ ഓർക്കുന്നില്ലേ? എല്ലാം ഞാൻ ഓർക്കുന്നു. മാപ്പ്. എന്നോട് മാപ്പോ? അത് എന്റെ വേണോട്ടൻ. ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ല. മടങ്ങി വന്ന് മോനെ കാണാം. നമുക്കൊന്നിച്ച് ജീവിക്കാം. വരട്ടെ. ഒന്ന് കൊതിതീരെ കണ്ടു തീർന്നില്ല. എന്റെ പഴയ വേണോട്ടനെ ഞാനൊന്ന് കണ്ടോട്ടെ. തിരക്കുണ്ടെങ്കിൽ വേണോട്ടം പറ്റില്ല. എനിക്ക് തൃപ്തിയായി. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നീ ആരോടും പറയരുത്. ഞാൻ വരും. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. വരട്ടെ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഊണ് കഴിക്കാനൊന്നും നേരമില്ലമ്മേ. പലയിടത്തും പോകാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാലേ നിസ്സാര കളിയൊന്നുമല്ല. എങ്കിലും എടാ മോനെ, നീ ഉടനെ പോകുന്നത് അമ്മയ്ക്ക് സങ്കടമാണ്. പരദൈവങ്ങളെ വിളിച്ച് ഉള്ളുരുകി പ്രാർത്ഥിച്ചിട്ടാ നീ വന്നത്. പിന്നെ നീ ചോറൂട് ഉണ്ണാതെ പോയാൽ അമ്മയ്ക്കൊന്നും ഉറക്കം വരത്തില്ല. എലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഞാൻ നേരെ ഇങ്ങോട്ട് വരാം. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് വാങ്ങിച്ചുണ്ണാൻ. പോരെ? പ്രിയപ്പെട്ട നാട്ടുകാരെ, വ്യവസായ പ്രമുഖൻ ശ്രീമാൻ മാധവൻ നായർ വോട്ട് ചെയ്യുക. അടുത്ത ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ മാധവൻ നായർ മുതലാളിയുടെ ചിഹ്നം മറക്കരുതേ. വേണുഗോപാലവർമ്മയ്ക്ക് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകി വിജയിപ്പിക്കുക. നിങ്ങളുടെ ഓരോ വോട്ടും ശ്രീ മാധവൻ നായർക്ക്. മാധവൻ നായരുടെ വിജയം നാട്ടിന്റെ വിജയം. നമ്മുടെ സാരഥി, നാടിന്റെ സാരഥി, നമ്മുടെ സ്ഥാനാർത്ഥി വേണുഗോപാലവർമ്മയെ വിജയിപ്പിക്കുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്മതിദായകരെ, നാടിന്റെ നന്മയ്ക്ക് നിങ്ങളുടെ പ്രിയങ്കരനായ സാരഥി വേണുവിനെ വിജയിപ്പിക്കുക. ഇവിടെ വെച്ചറിയാം പണത്തിന്റെയും വായാടിത്യത്തിന്റെയും വില. അറിയാനൊന്നുമില്ല, വേണു ജയിക്കും. പൊതുജനം വേണുവിന്റെ പിന്നാലെ ഉണ്ട്. അച്ഛന്റെ നിലപാടിൽ എനിക്ക് ദുഃഖമുണ്ട്. ഏതാനും തൊഴിലാളികൾ മാത്രമല്ല ഇവിടുത്തെ പൊതുജനം. സമാപന സമ്മേളനം കഴിയുമ്പോ നിനക്കത് മനസ്സിലാവും. മാധവൻ നായരുടെ വിജയം നാട്ടാരുടെ വിജയം. നാട്ടിൽ വ്യവസായങ്ങൾ എത്തിക്കുവാൻ മാധവൻ നായരെ വിജയിപ്പിക്കുക. 1 കോടി യുവാക്കൾക്ക് ഉടൻ തൊഴിൽ കൊടുക്കാൻ മാധവൻ നായർ വോട്ട് നൽകുക. സൂത്രക്കാരൻ വേണുവിനെ പരാജയപ്പെടുത്തുവാൻ മാധവൻ നായർ വോട്ട് ചെയ്യുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്മതിദായകരെ, കെട്ടുറപ്പുള്ള ഒരു ജനകീയ ഭരണം കാഴ്ചവെക്കാൻ നിങ്ങൾ വേണുഗോപാലവർമ്മയെ വിജയിപ്പിക്കുക. നമ്മുടെ വേണു വേണുഗോപാലവർമ്മ സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. നമ്മുടെ വേണു സിന്ദാബാദ്, സിന്ദാബാദ്, നമ്മുടെ വേണു സിന്ദാബാദ്, സിന്ദാബാദ്, സിന്ദാബാദ്. നമ്മുടെ വേണു സിന്ദാബാദ്, സിന്ദാബാദ്, നമ്മുടെ വേണു സിന്ദാബാദ്. ജയ് 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 നമ്മുടെ വേണു, ജയ് ജയ് നമ്മുടെ വേണു. ഒരു മന്ത്രിയുടെ അമ്മ വന്നാലും ഒരു ബഹുമാനമില്ല. ഇന്ന് എന്റെ മോന്റെ സത്യപ്രതിജ്ഞ. മാറ്. കൃഷ്ണ, ഗുരുവായൂരപ്പ,
എന്റെ മോനെ അനുഗ്രഹിക്കണേ. ഏയ് നീ വന്നേ. വരൂ. സമയമില്ല. 10 മണിക്കാവും മന്ത്രിയാവുന്നത്. അതിനു മുമ്പ് അങ്ങെത്തണം. ഒരു പുഷ്പാർച്ചന. പേര് വേണു. നാളായില്ല. വയസ്സ് 30. എല്ലാരും ഉണ്ടല്ലോ. അമ്മ ഇറങ്ങി. ഇതാര് തോമാച്ചനോ? അതെ, ഞങ്ങളുടെ വേണുക്കുഞ്ഞ് നാട് ഭരിക്കാൻ പോവില്ലേ? ഇതേലും വലിയ സന്തോഷം ഞങ്ങൾക്ക് വരാനപ്പം. എല്ലാരും വരൂ, വന്നോളൂ. എന്തൊക്കെയുണ്ട് വലിയ ചേട്ടാ വിശേഷങ്ങള്? സുഖനല്ലേ? ഞാൻ മരുന്നോട് ചായ കുടിക്കാൻ ഒരു ദിവസം. ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് മന്ത്രി ഒരു സ്വീകരണം ക്ഷണിക്കാൻ വേണ്ടിയാണ്. ഓഹോ, ആദ്യത്തെ സ്വീകരണം പുഴക്കര വെച്ച്. മുഴുവൻ നാട്ടുകാരുടെ ഒരു ആഗ്രഹമാണ്. എന്റെയും ആഗ്രഹം തന്നെയാണ്. നാടും മൂടും മറക്കുന്നവനല്ല വേണു. ഇത് ഞാൻ സ്വീകരിക്കാൻ നാട്ടുകാർ മുഴുവൻ കവലയിലുണ്ടാവും. ആ, ഡേറ്റ് ഫിക്സ് ചെയ്തു. വിളിച്ചിട്ടാ വരൂ. അമ്മ ഇവരോടൊക്കെ സംസാരിച്ചിരിക്കും. നിങ്ങളെല്ലാരും ഇരിക്കേ. വെലുപ്പിളിച്ചൻ ഇരിക്കേ. വേണ്ട, ഞാൻ നിന്നോളാം. ഇരിക്കുന്നേ. ഇരിക്കു വെലുപ്പിളിച്ചേട്ടാ. ആ, നാട്ടുകാരെയൊക്കെ പറഞ്ഞു. എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ? എന്താ വെലുപ്പിളിച്ചേട്ടാ? വേണു വലിയ ആളായി, മന്ത്രിയായി, നാടിന്റെ അഭിമാനമായി. എന്റെ മോള് അത് പറഞ്ഞാൽ വേണുവിനും തല ഉയർത്തി നടക്കാൻ പറ്റത്തില്ല. വേലുപിള്ളച്ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. വരാതിരുന്നത് നന്ദികേടുകൊണ്ടല്ല. പക്ഷെ ഇനി ഞാൻ വരും. അതുവരെ ഇക്കാര്യം വേലുപിള്ളച്ചേട്ടൻ മറ്റാരോടും പറയരുത്. നാട്ടിലെ സ്വീകരണം കഴിഞ്ഞാൽ ഞാൻ ചേട്ടന്റെ വീട്ടിലേക്ക് വരും. ലീലയെയും എന്റെ മോനെ സ്വീകരിക്കാൻ. എന്റെ പൊന്നു മോന്, എന്റെ മോള് പഴച്ചെന്നറിഞ്ഞപ്പോ അപ്പൂപ്പൻ പലതും പറഞ്ഞിട്ടുണ്ട്. എന്റെ മോനോട് സ്നേഹമില്ലാതെ പെരുമാറിയിട്ടുണ്ട്. അച്ഛൻ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ പറഞ്ഞില്ല മോന്റെ അച്ഛൻ ആരാണ്. ഞാൻ ഇന്ന് അവന്റെ അച്ഛനെ കണ്ടിട്ടാ വരുന്നത്. മോള് ഭാഗ്യവതിയ. വേണു വരുന്നുണ്ട് നിങ്ങളെ കൊണ്ടുപോവാൻ. നിങ്ങൾ പൊക്കോളൂ. അപ്പൂപ്പന് സന്തോഷമായി, സന്തോഷമായി. മാധവൻ നായരുടെ കൊമ്പൊടിഞ്ഞു, തോറ്റു തുന്നം പാടി. ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ അതെ അതെ, പണം തോറ്റു, ജനം ജയിച്ചു. ഓർമ്മയുണ്ട്, നല്ല കുട്ടി ഞാൻ കൊടുത്തോളാം. അത് പിന്നെ പറയാനുണ്ടോ? വരും, വരാതിരിക്കോ? തൊഴിലാളികളല്ലേ എന്റെ ശക്തി. മുതലാളിമാരുടെ വിരിപ്പലക്കാൻ ഇനി എന്നെ കിട്ടില്ല. ആ ശരി, അപ്പൊ അങ്ങനെ ആട്ടെ. നാളെ ഒന്ന് വിളിക്കും. ഇരിക്കണം. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇന്ന് ക്യാബിനറ്റ് ഉണ്ട്, കുറച്ച് തിരക്കിലാണ്. മന്ത്രിയല്ലേ, എപ്പോഴും തിരക്കിലായിരിക്കും. അഭിനന്ദനം അറിയിക്കാൻ. മറ്റു വിശേഷമൊന്നുമില്ലല്ലോ? വിശേഷിച്ചൊന്നുമില്ല. മന്ത്രിയുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശുപാർശ വല്ലതുമാണോ? ശുപാർശയാണ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ
എന്റെ കൈ പരിശുദ്ധമായിരിക്കണം. സമ്മർദ്ദത്തിനും ശുപാർശയ്ക്കും എന്നെ കിട്ടില്ല. എന്താ ചിരിക്കുന്നത്? ഇത് മന്ത്രിമന്ദിരമാണ്. മിനിസ്റ്റർ എന്താ ഫോണിൽ കൂടെ പറഞ്ഞത്? പണം തോറ്റു, ജനം ജയിച്ചു അല്ലേ? അതെ. മറിച്ചാണ് സംഭവിച്ചത്. ജനം തോറ്റു, പണം ജയിച്ചു. അല്ല, വേണു പറഞ്ഞതാണ് ശരി. വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത ഇവന് സമൂഹത്തിൽ മാന്യമായൊരു സ്ഥാനം കിട്ടിയത് സ്വന്തം മിടുക്കുകൊണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടോ? മോളെ, നിനക്ക് വേണ്ടി ഇവനെ ഞാൻ മാന്യനാക്കി. കള്ളം പറയാനും കരുക്കൾ നീക്കാനും മാത്രം കഴിവുള്ള ഇവനെ മന്ത്രിയാക്കി. അല്ല, എന്നെ മന്ത്രിയാക്കിയത് ഈ നാട്ടിലെ തൊഴിലാളികളാണ്. എന്റെ ഫാക്ടറിയിൽ കൊണ്ടുവരുന്ന കളിമണ്ണിന് കൃഷ്ണന്റെയും ചെകുത്താന്റെയും രൂപം നൽകുന്നത് എന്റെ ശില്പികളാണ്. കൃഷ്ണന് മാർക്കറ്റ് പോകുമ്പോൾ ഞാൻ ചെകുത്താനെ നിർമ്മിക്കും. അങ്ങനെ ഞാൻ സൃഷ്ടിച്ച ചെകുത്താനാണ് നീ. മതി. ഇപ്പോൾ നിങ്ങളുടെ ശമ്പളം പറ്റുന്ന തൊഴിലാളിയല്ല ഞാൻ. ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് മനസ്സിലാക്കണം. പണ്ട് നീ ജോലിക്ക് വേണ്ടി എന്റെ ഓഫീസിൽ ഹാജരാക്കിയ കള്ള സർട്ടിഫിക്കറ്റുകൾ എന്റെ കയ്യിലുണ്ട്. ഈ മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി വേണു എന്ന MLA വിലക്കെടുക്കാൻ ഞാൻ കൊടുത്തയച്ച 3 ലക്ഷം രൂപയുടെ നോട്ടുകളുടെ സീരിയൽ നമ്പർ എന്റെ കൈവശമുണ്ട്. ഇതെല്ലാം ഞാൻ ഹാജരാക്കിയാൽ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തും. ഇന്ന് നിനക്ക് സിന്ദാബാദ് വിളിക്കുന്ന ജനമുണ്ടല്ലോ, അവർ നിന്നെ കല്ലെറിയും. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ മകളുടെ പിടിവാശിക്ക് വേണ്ടി അച്ഛൻ നടത്തിയ നാടകത്തിന്റെ കഥ, വാരി വിതറിയ നോട്ടുകളുടെ കണക്ക്. ഇവനറിയാതെ സംഭാവനയുടെ പേരിൽ ലക്ഷങ്ങൾ കരണന്റെ കയ്യിൽ എത്തിച്ചത് ഞാനാ. നിന്നെ സഹായിക്കാൻ വേണ്ടി പ്രത്യക്ഷത്തിൽ ഞാൻ നിന്നെ എതിർത്തു, പരോക്ഷമായി സഹായിച്ചു. ഇപ്പോൾ നീ ഇരിക്കുന്ന ഈ സിംഹാസനമുണ്ടല്ലോ, അത് നിനക്കുണ്ടാക്കി തന്നത് ഞാനാണ്, അറിയാമല്ലോ. ഇതെല്ലാം ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. പക്ഷേ നീ അതെല്ലാം മറന്നു. കണ്ടോളാം. സുഹാസിനി, കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടല്ല. സാഹചര്യം എങ്ങനെ ആയിപ്പോയി. സുഹാസിനിയെ ഈ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ എന്നെ ഉപദ്രവിക്കരുതെന്ന് അച്ഛനോട് പറയണം. മോനെ അച്ഛനെ കാണണ്ടേ? എന്നാ വേഗം ഒരുങ്ങണം. സ്വീകരണം കഴിഞ്ഞ് ഇപ്പോഴിങ്ങെത്തും നമ്മളെ കൊണ്ടുപോവാൻ. ഈ പൂച്ചെന്ന് മോൻ തന്നെ അച്ഛന് കൊടുക്കണം. ഞാൻ എന്റെ കഴിവുകൾ വിനിയോഗിക്കും. ഒരു മാതൃകാ ഗ്രാമമായി എന്റെ നാടിനെ ഞാൻ മാറ്റിയെടുക്കും. ഈ നാട്ടുകാർ
എന്റെ നാട്ടുകാർ എനിക്ക് തന്ന വർണ്ണോജ്വലമായ വരവേൽപ്പിന്, ഗംഭീരമായ സ്വീകരണത്തിന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം. സ്നേഹിച്ചു പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്റെ മകളെ കൊലയ്ക്ക്. ഇനി കുഞ്ഞു മാത്രമേ ഉള്ളൂ. അവനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ തരില്ല. എനിക്ക് അവനെ വളർത്തണം. ഞാൻ അവനെ വളർത്തും. നിന്നോട് പകരം ചോദിക്കാൻ, നിന്റെ വർഗത്തോട് പകരം ചോദിക്കാൻ. നിന്നെ സ്നേഹിച്ചു പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്റെ മകളെ കൊലയ്ക്ക് കൊടുത്തത്. ഇനി കുഞ്ഞു മാത്രമേ ഉള്ളൂ. അവനെ കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ തരില്ല. എനിക്ക് അവനെ വളർത്തണം. ഞാൻ അവനെ വളർത്തും. നിന്നോട് പകരം ചോദിക്കാൻ, നിന്റെ വർഗത്തോട് പകരം ചോദിക്കാൻ. Yes, DSP speaking. Sir. അതെ സർ. SP എത്തിയിട്ടില്ലേ സർ? സർ 10 മണിക്ക് എത്തും സർ. സർ അദ്ദേഹം വന്നാൽ ഉടനെ വേണുഗോപാലിനെ ക്രൈംബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്യാൻ സർ. സർ സർ ക്രൈംബ്രാഞ്ച് പാർട്ടി എത്തിയാൽ ഉടനെ വേണുഗോപാലിനെ അയക്കാം സർ. സർ ശരി സർ. സർ സർ അതെന്റെ മോനാ. ഞാൻ എന്റെ മോനെ ഒന്ന് കണ്ടോട്ടെ സാറേ. എവിടെയായിരുന്നടാ ഇത്രയും കാലം? ഇത് നിന്റെ മോനാണ്. വേലിപ്പിള്ള ചാവുമ്പോ എന്നെ ഏൽപ്പിച്ച നിന്റെ മോൻ. ജീപ്പിലേക്ക് കയറണം മിസ്റ്റർ. ഞങ്ങൾക്ക് സമയമില്ല. പ്ലീസ് ഒരു നിമിഷം.
യെസ് സർ. ആ വേണുഗോപാലിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തോ? സാർ അയാളെ ക്രൈംബ്രാഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്തു. അതെ സർ. രാവിലെ IGPയുടെ ഫോൺ കോൾ ഉണ്ടായിരുന്നു. പത്രക്കാരും രാഷ്ട്രീയക്കാരും ഇടപെടും മുമ്പേ വേണുഗോപാലിനെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? IGPയുമായി ഞാനിപ്പോ സംസാരിച്ചതേ ഉള്ളൂ. എന്ത് സമ്മർദ്ദമുണ്ടായാലും അവൻ രക്ഷപ്പെടരുതെന്ന് നിർദ്ദേശമുണ്ട്. അപ്പോൾ ആ ഫോൺ ആരൊക്കെയോ ചേർത്ത് നിങ്ങളെ കബളിപ്പിച്ചു. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, എന്നോട് ആലോചിക്കാതെ എടുത്തിയാടരുതെന്ന്. സാർ അത് നോ, എനിക്കൊന്നും കേൾക്കണ്ട. കമോൺ, ഫോളോ മീ. എന്നിട്ടിപ്പോ എന്തായി? കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചെടുത്ത് സമ്മതിച്ചിരിക്കുന്നു. താൻ ബുദ്ധിമാൻ തന്നെ. താൻ വെറും ഒരു ജാമ്യ വക്കീൽ മാത്രമല്ല. ബുദ്ധി എന്റേത് തന്നെ. പക്ഷേ കരുക്കൾ നീക്കിയത് താനല്ല. ആരവും കൂടെ ചേർന്നാ പിന്നെ കടന്നു കളഞ്ഞാണെന്ന് തോന്നുന്നു. ആ കാറടിച്ചു പോയി. കമോൺ, ഫോളോ ഹിം. കാര്യം എന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ നേതാവിന് സമ്മതിച്ചേ പറ്റൂ. അവസരത്തിനൊക്കെ പുള്ളിക്കാരൻ കളിക്കും. അതുകൊണ്ടാണ് SP-യുടെ കയ്യിൽ നിന്ന് നമുക്ക് വേണു സാറിനെ കിട്ടിയത്. ആ ഫോൺ വിളി കലക്കി. DSP IG ഓഫീസിൽ ഉണ്ടെന്നറിഞ്ഞപ്പം DOSP വിളിച്ചു. അതും IG-യുടെ അതേ ശബ്ദത്തിൽ. പാവം DOSP വീണുപോയി. എനിക്കറിയാമായിരുന്നു നേതാവ് എന്നെ രക്ഷിക്കാൻ വരുമെന്ന്. ഇനിയെങ്കിലും ഈ വിലകൊന്നടിക്കും. കൈ വേദനിക്കുന്നു. സാർ, അതയക്കണ്ട. നമ്മളിപ്പോഴും എത്തുമല്ലോ. അങ്ങ് എത്തുമ്പോ അഴിച്ചോളാം. എന്താ വണ്ടി നിർത്തിയത്? സാർ, വണ്ടിക്ക് എന്താ കുഴപ്പം? ഞാനൊന്ന് നോക്കട്ടെ. സാർ, SP പുറകിലുണ്ട്. ഞാൻ വയ്ക്കും. MLA എന്നെ പ്രതീക്ഷിക്കുന്ന സ്ഥലം എത്തിയോ? എത്തി സർ. അല്പം കൂടെ പോയാൽ മതി, എല്ലാം ശരിയാവും. താമസമുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഇറങ്ങി നിൽക്കാം. വേണ്ട സാർ, ആരെങ്കിലും കണ്ടാ കുഴപ്പമോ? സാറിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. SP അദ്ദേഹത്തെ ഈ വഴിക്കൊക്കെ? ഈ കാറ്? അയ്യോ, എന്റെ കാറാ. വക്കീലിനെ കൊണ്ടുപോകാൻ വന്നതാ. നിങ്ങൾ സംസാരിച്ചിരിക്കും. എനിക്ക് അല്പം തിരക്കുണ്ട്. പോട്ടെ. എന്താ അങ്ങനെ ചോദിച്ചത്? ഓ, വെറുതെ. MLA ഇവിടെ? വീട്ടിൽ എപ്പോഴും തിരക്കല്ലേ? ആകെ ഒരു ബഹളം. വല്ലപ്പോഴും ഒരു വിശ്രമം. അതിനുള്ള സ്ഥലവാ. വരൂ, അകത്തിരിക്കാം.